Assalamu alaikum. Good evening, everybody. I know it's like a weekend. I'm so glad that you all are being here. It's in a verge of going outside and having fun with your family, friends. So I know that how serious it is being the topic of like a LinkedIn profile accelerator. Just like you, I'm also excited. I'm not in an expert in this segment. We have like our own like presenter here to do the complete session on this one. Even though we have a very limited time, I think this is the first time again. Not the first time. This is the third time again we are going beyond KEF also. So let me give you like a brief introductory about our session. കേരള എഞ്ചിനീയറിംഗ് ഫോറം ദമാമിന്റെ ഭാഗമായിട്ടാണ് നമ്മളിത് നടത്തുന്നത്. ദി റീസൺ വൈ വി ആർ ക്യാരിങ് ഔട്ട് ദിസ് സെഷൻ ഈസ് ലൈക്ക് ഒരുപാട് ജോബ് സീക്കേഴ്സ് ഇന്നിവിടെ നമ്മുടെ ഗാങ്ങിലുണ്ട്. അതുപോലെ തന്നെ വി ആർ ആൾസോ ഹാവിംഗ് ലൈക്ക് പീപ്പിൾ ഹു ആർ ഓൺടർപ്രണേഴ്സ് ടു ഡെവലപ്പ് ദിയർ ബിസിനസ്സസ് ബൈ യൂസിങ് ദി പ്ലാറ്റ്ഫോം കാൾഡ് ലിങ്ക്ഡ്ഇൻ. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ബീങ് ലൈക്ക് ഇൻ സെയിൽസ് ആൻഡ് ബിസിനസ് കൺസൾട്ടൻസി എന്നെ സംബന്ധിച്ച് ആം യൂട്ടിലൈസിങ് ദി ലിങ്ക്ഡ്ഇൻ സോ ഫാർ ഓൺലി ഫോർ ദി നെറ്റ്വർക്ക് ബിൽഡിംഗ്, അതുപോലെ തന്നെ കണക്ഷൻസ് ഉണ്ടാക്കുക, ജോബ് സീക്കിങ്സ്, അതുപോലെ തന്നെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊക്യൂർമെന്റ് ടീംസ് ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആവുക. ഇതായിരുന്നു എൻ്റെ ഒരു പ്രൈമറി മോട്ടീവ് എന്ന് പറയുന്നത്. I'm also still learning on this platform on how to utilize this one into most effective way. Like we have our presenter today here. Engineer Mohsina she is like working as an assistant operations manager currently in Saudi in Dammam. She's been working for almost like 8 years for self-branding and enhancing the social medias. And she's also herself done multiple training sessions for plenty of people across India. And even here, I think this is her second session. Earlier, she was doing about the CV building sessions. I think it was limited to our members only, but this time we are going beyond that limit. I don't want to drag much of my time by giving more introductory session. We are having almost like 1.5 hours of time. In 1 hour, we'll be covering almost the major portions of how to utilize our LinkedIn in a very effective way. It's a very vast area actually. So we are like cutting short and we give like the promising notes for you. Maybe we can have like an extended version in future as well. Mohsina, it's our pleasure being over here as part of Kerala Engineering Forum Dammam, as part of Careers and Placements. Again, please come forward and have your session. We are waiting for it. Thank you. Hello all. Answer. Good evening, everyone. Just good evening, everyone. Audible alle? Yes, audible ആണ്. Thank you, sir. First of all, thank you, Ansar. ഇത്രയൊരു വാം വെൽക്കം നൽകിയതിന്. സോ നമ്മളിന്ന് ഓൾറെഡി നമ്മൾ കരിയർ സെല്ലിൻ്റെ ഭാഗമായിട്ട് തന്നെ ക്ലാസ്സുകൾ എടുക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സെക്ഷനാണ്. നമുക്ക് ജോലി നോക്കുന്നവരാണെങ്കിലും അതല്ല എക്സിസ്റ്റിംഗ് ആയിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിലും അവരുടെ നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ടും നമ്മൾ ലിങ്ക്ഡ്ഇൻ പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യാൻ ഒരുപാട് പേർക്കൊന്നും അതിൻ്റെ എൻഹാൻസിങ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അറിയില്ല. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കരിയർ സെല്ലിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഇവൻറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൊഫൈല് നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും അതിനനുസരിച്ച് ജോബ് സീക്കേഴ്സിനാണെങ്കിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണം എന്നുള്ളതും നെറ്റ്വർക്കിങ്ങിനാണെങ്കിൽ അവർക്ക് എന്തൊക്കെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരും, അതല്ല നിങ്ങളൊരു ഓൺടർപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏതൊക്കെ രീതിയിൽ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൊഫൈൽസ് എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഓൾറെഡി എല്ലാവർക്കും ഒരു ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും.
സോ അതിൽ സ്റ്റാർട്ടിങ് തൊട്ടേ തന്നെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെയാണോ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളത് അത് ഈ ഒരു ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി തന്നെ നോക്കാം. ഓക്കെ. ഓക്കെ. സോ നമ്മൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ CV ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ കോണ്ടന്റ് എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളെപ്പോഴും കോണ്ടന്റ് ഇടുമ്പോൾ അത് നമ്മൾ ജോലി നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ നെറ്റ്വർക്കിംഗ് നോക്കുന്നുണ്ട്. നമ്മുടെ സൈഡിൽ നിന്ന് ചിന്തിക്കാതെ കൂടുതലായിട്ടും നമ്മൾ ഹയർ ചെയ്യുന്നവർ, അതല്ലെങ്കിൽ നമ്മുടെ മാനേജേഴ്സ്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ, അതല്ലെങ്കിൽ ഇപ്പം നെറ്റ്വർക്കിംഗ് ആണെങ്കിലും ആർക്കാണോ നമ്മളെ ആവശ്യമാവേണ്ടത് അവരുടെ രീതിയിൽ നിന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ. അപ്പോഴാണ് നമുക്കത് കുറച്ചും കൂടി വിസിബിൾ ആവുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഏത് രീതിയിലാണ് അത് വേണ്ടത് എന്ന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ പ്രൊഫൈലിൽ ഇട്ടിട്ടുള്ളത് എൻ്റെ സ്വന്തം പ്രൊഫൈലാണ്. ജസ്റ്റ് ഇതിൽ ഞാൻ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ ലിങ്ക്ഡിനിൽ ബാക്കി അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ടിപ്സും കൂടി പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ആയിട്ട് തന്നെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമ്മുടെ പ്രൊഫൈൽ ഇടുമ്പോൾ അതിലെന്തൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഏത് ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നല്ല, ആളുകൾക്ക് എന്താണ് ആവശ്യം ആ സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ. സോ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എന്താണ് എൻ്റെ പ്രൊഫൈലിൽ ഇട്ടിട്ടുള്ളത്, ആ ഒരു അബൌട്ട് സെക്ഷനിൽ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ജസ്റ്റ് ഞാൻ എൻ്റെ കമ്പനി ചെയ്യുന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഞാൻ അവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഇമേജസ് ആണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമായിട്ടുള്ള പേഴ്സണൽ ഫോട്ടോ തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, നോർമലി നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇടുന്നതിനേക്കാൾ ഉപരി കുറച്ചും കൂടി ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലുള്ള ഫോട്ടോസ് എപ്പോഴും ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കാം. ഇപ്പോൾ നമ്മൾ നോർമലി കുറച്ചും കൂടി ഒന്ന് ചിരിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോസ്, അതല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലുള്ള ഫോട്ടോസ് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ജസ്റ്റ് ഒരുപാട് ടൂൾസ് ഉണ്ട്. നിങ്ങൾ ഒരു ഡിസൈനിങ് അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അഡോബ് പോലുള്ള പ്ലാറ്റ്ഫോംസിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൾറെഡി എഡിറ്റ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് AI പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാം. ഇപ്പം അഡോബിൽ തന്നെ ഫയർഫ്ലൈ, അല്ലെങ്കിൽ ഇപ്പം ChatGPT-യിൽ അത്ര എഫിഷ്യൻ്റ് ആയിട്ട് വരാറില്ല, അല്ലെങ്കിൽ ഗ്രോക്ക് എന്നൊക്കെ പറയുന്ന പുതിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ അതിൽ ജസ്റ്റ് നിങ്ങളുടെ ഇമേജസ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് എൻഹാൻസ് ചെയ്യുക, എക്സിക്യൂട്ടീവ് ലുക്കിലേക്കാക്കി മാറ്റിയിട്ട് അതൊന്ന് ചെയ്യാൻ വേണ്ടി നോക്കാം. രണ്ടാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇമേജാണ് നമ്മുടെ ലിങ്ക്ഡിൻ ബാനർ എന്ന് പറയുന്നത്. ഓക്കെ. സോ ലിങ്ക്ഡിൻ ബാനർ എന്തൊക്കെയാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഓക്കെ. സോ ഫസ്റ്റ് വരുന്നത് നമ്മൾ ഫോട്ടോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി ഫോട്ടോ ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിക്കുക, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്യണം, ഒന്നല്ലെങ്കിൽ ബ്ലറാക്കി വെക്കുക, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് നിങ്ങളെ കമ്പനിയിൽ നിൽക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വർക്കാണോ ചെയ്യുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ഏതെങ്കിലും ഒരു ഫോട്ടോ, നിങ്ങളെ ബെറ്റർ ആയിട്ട് തോന്നുന്ന ഒരു ഫോട്ടോ ജസ്റ്റ് സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഇതുപോലെ ഗ്രോക്ക് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡെമോക്ക് വേണ്ടിയിട്ട് ഒരു ഇമേജ് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഔട്ട്പുട്ട് ജസ്റ്റ് എന്താണെന്നുള്ളതൊന്ന് നോക്കി നോക്കാം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് എടുക്കും. പക്ഷേ ജസ്റ്റ് അതിനനുസരിച്ച് ട്രെയിനിങ്ങിന് കുറച്ച് കീവേഡ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഗ്രോക്ക് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ജസ്റ്റ് നമ്മളൊന്ന് ഇട്ട് കൊടുത്താൽ മതി.
ഇതിപ്പോൾ നമ്മൾ നോർമലി നെറ്റിൽ നിന്ന് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അപ്പം ഈ 2 ഫോട്ടോസ് ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോ എങ്ങനെ ചൂസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോട്ടോ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് കാണുന്ന രീതിയിൽ വേണം നിങ്ങൾ ഫോട്ടോ ചൂസ് ചെയ്യാൻ വേണ്ടി. കുറച്ച് ഫേസ് ഫ്രണ്ട് വ്യൂ ആയിട്ട് തന്നെ വേണം. ഒരുപാട് പേരൊക്കെ സൈഡ് വ്യൂസ് വെക്കാറുണ്ട്, അതല്ലെങ്കിൽ വളരെ ലെങ്ത് കൂടിയ രീതിയിലുള്ള ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് വെക്കാറുണ്ട്. പക്ഷെ അതല്ലാതെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എങ്ങനെ വെക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സി വിയിലൊക്കെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ആ ഒരു രീതിയിലുള്ള ഫോട്ടോ ജസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇതുപോലെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ക്രിയേറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഈ കാണുന്ന രീതിയിലുള്ള പ്രൊഫൈൽ ഫോട്ടോ ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ലിങ്ക്ഡിൻ ബാനർ എന്ന് പറയുന്നത്. ലിങ്ക്ഡിൻ ബാനർ നോർമലി എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്യാൻവ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ക്യാൻവ എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ ബാനർ മാത്രമല്ല, നിങ്ങളുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ പോലും, അതല്ലെങ്കിൽ ഇതുപോലെ ഇപ്പം നേരത്തെ നമ്മൾ ഗ്രൂപ്പിൽ ചെയ്ത സിമിലർ കാര്യം നമ്മുടെ ഫോട്ടോ എക്സിക്യൂട്ടീവ് ലുക്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണോ വെക്കേണ്ടത് അതുപോലെ എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്യാൻവ എന്ന് പറയുന്നത്. ഓക്കെ, സോ നോർമൽ ആയിട്ടുള്ള ഫോട്ടോ പോലെയല്ല, ലിങ്ക്ഡിൻ്റെ ബാനർ എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് വ്യത്യാസമുണ്ട്. സോ ജസ്റ്റ് ലിങ്ക്ഡിൻ ബാനർ ഫോർ നിങ്ങൾ ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൂടി മെൻഷൻ ചെയ്യണം. അതായത് ഇപ്പോൾ നോർമലി ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം. അതല്ല, നിങ്ങളൊരു മാനേജിങ് പോസ്റ്റിലാണ് നിൽക്കുന്നത്, ഒരു സെയിൽസ് പോസ്റ്റിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കുറച്ച് സിംഗിൾ കളർ ആയിട്ടുള്ള രീതിയിലോ ആ രീതിയിലുള്ള കുറച്ചും കൂടി പ്ലെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലിങ്ക്ഡിൻ ബാനർ ഫോർ മാനേജർ ആണ് വരുന്നത്. പക്ഷേ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, സജഷൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം. അതായത് ജസ്റ്റ് ബ്ലൂ കളർ എന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ത് ചെയ്യാം, കണ്ടോ, സിമിലർ ആയിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള കളർ പാറ്റേൺസിലുള്ളത് തന്നെ ക്യാൻവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാൻവ 2 രീതിയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. ചിലർ ഇതിൻ്റെ പ്രീമിയം വേർഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അതല്ലാതെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രീമിയത്തിൽ ഒരുപാട് കിടക്കുന്നുണ്ട് ഇതിൽ. പക്ഷെ അതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, നോർമലായിട്ടുള്ള ഇപ്പം ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നോർമലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതുപോലെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ഇതുപോലെ ലിങ്ക്ഡിൻ ബാനർ കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഒരു നോർമൽ ലിങ്ക്ഡിൻ ബാനർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ജസ്റ്റ് ഇതിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ഒരുപാട് ഡിസൈനുകൾ വന്നിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് സിമ്പിൾസ് നോക്കാം. പ്രോ വേർഷൻ അല്ലാത്ത രീതിയിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഇപ്പൊ ഇവിടെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ജസ്റ്റ് ഒരു ബാനർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അത് എടുക്കുക, ഇത് കസ്റ്റമൈസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു റൈറ്റർ ആണെന്ന് വിചാരിച്ചോ, അതല്ലെങ്കിൽ ജസ്റ്റ് ബേസിക് ആയിട്ട് എന്തെങ്കിലും കോണ്ടന്റ് റൈറ്റിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ഇരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഈ ഒരു ലിങ്ക്ഡിൻ ബാനർ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ബാനർ, ആ ബാനറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നിങ്ങളെ കമ്പനി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കളർ കോഡുകൾ യൂസ് ചെയ്യുക എന്നുള്ളത്. നോർമലായിട്ട് നമുക്ക് ബ്ലാക്ക് വെക്കാം, വൈറ്റ് വെക്കാം, അതല്ലെങ്കിൽ ബ്ലൂ ഒക്കെ യൂസ് ചെയ്യുന്ന കുറേ പേരുണ്ട്. പക്ഷെ നമ്മൾ ഷെയർ ചെയ്യുന്ന കണ്ടന്റുകൾ സിമിലർ ആയിട്ട് ഏത് കളറാണ് വരുന്നത്, ഇപ്പം നമ്മുടെ കമ്പനിയുടെ ലോഗോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ബ്രോഷേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ബാക്കിയുള്ള വിസിറ്റിംഗ് കാർഡ്സ്, നമ്മൾ കൊടുക്കുന്ന വിസിറ്റിംഗ് കാർഡ്സ് ഒക്കെ
ഒരു വൈറ്റ് ആൻഡ് റെഡ് ബാക്ക്ഗ്രൗണ്ടിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാനർ എന്ന് പറയുന്നത് ഒരു വൈറ്റ് ആൻഡ് റെഡ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു തീം സെലക്ട് ചെയ്തിട്ട് അത് റിലേറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമ്പനി റിലേറ്റഡ് ആയിട്ട് ചെക്ക് ചെയ്യുക, അതിൽ ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്ന കളർ കോഡ് ഏതാണോ അത് സെറ്റ് ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ എന്താണോ പ്രൊഫഷൻ, ആ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ട് കൂടുതൽ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുക. സോ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പേര് കൊടുക്കുക. ജസ്റ്റ് നമ്മുടെ പേര് കൊടുക്കുക, ഫുൾ നെയിം എന്താണോ അത് വേണം കൊടുക്കാം. അതോടുകൂടി തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് നമ്മുടെ ഡെസിഗ്നേഷൻ എന്താണ് എന്നുള്ളത്. ഓക്കെ, സോ ഡെസിഗ്നേഷൻസ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ടൈപ്പ് ചെയ്തിടുക. അത് ഡെസിഗ്നേഷൻ ടൈപ്പ് ചെയ്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കമ്പനിയുടെ പേര് കൂടി ടൈപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, സോ കമ്പനിയുടെ പേര് കൂടി ടൈപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ഈ ലിങ്ക്ഡിനിൽ തന്നെ നെറ്റ്വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഈ ഒരു കമ്പനിയുടെ പേര് കൂടുതൽ ആൾക്കാർ കേൾക്കുമ്പോൾ ആ കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് സെയിൽസോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യും, നിങ്ങളെ കൂടുതലായിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങും. സോ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വരുന്നത് ഈ കമ്പനിയുടെ, അതല്ലെങ്കിൽ അതിപ്പം നിങ്ങളൊരു ഓൺടർപ്രണർ ഒക്കെ ആണെങ്കിൽ ആ കമ്പനിയുടെ മെയിൽ ഐ ഡി തന്നെ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ഐ ഡി, നിങ്ങളുടെ പ്രൊഫഷണൽ മെയിൽ ഐ ഡി ഏതാണെങ്കിലും നിങ്ങളിവിടെ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ജസ്റ്റ് ആ ഒരു മെയിൽ ഐ ഡി ഡിസ്പ്ലേ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ വെബ്സൈറ്റ് കൂടി ഡിസ്പ്ലേ ചെയ്യാം. ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ABC എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പ്രൊഫൈലിനനുസരിച്ച് നിങ്ങൾ എഡിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രൊഫഷണൽ മൊബൈൽ നമ്പർ കൂടി ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, പേര് ആഡ് ചെയ്യുക, ഏതാണോ കമ്പനി എന്നുള്ളത് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഫോൺ നമ്പേഴ്സ്, അതുപോലെ മെയിൽ ഐ ഡി, കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഫഷണൽ, ഇപ്പോൾ റൈറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് അവർക്ക് ബ്ലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും URL ഉണ്ടാവും. ഡിസൈനേഴ്സ് ആണെങ്കിൽ അവരുടെ തന്നെ പോർട്ട്ഫോളിയോസ് ഉണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്ത് സെയിൽസിന് വേണ്ടിയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നതാണ് ഈ സൈഡിലൊക്കെ കമ്പനിയുടെ ലോഗോയും കമ്പനിയുടെ ടാഗ് ലൈനും വെക്കാൻ പറ്റും. എന്ത് സർവീസസ് ആണ് അവർ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഒരു ടാഗ് ലൈനും കൂടി പ്രൊവൈഡ് ചെയ്യാം. ഫോർ എൻ എക്സാമ്പിൾ, ഇതെല്ലാം കൂടി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കവറാണ്, ലിങ്ക്ഡിൻ ബാനറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പേരെന്താണെന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്, എൻ്റെ കമ്പനി ഏതാണെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പൊസിഷൻ എന്താണ്, എൻ്റെ ഡെസിഗ്നേഷൻ എന്താണ്, ഞാൻ അവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ഞാൻ സെയിൽസിലൊന്നും അല്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ ഇടാത്തത്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ അങ്ങനെ കോളുകൾ പേഴ്സണലായിട്ട് വരാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടാണ് ഇതിൽ മെൻഷൻ ചെയ്യാത്തത്. പക്ഷേ ഓഫ് കോഴ്സ് നിങ്ങൾ സെയിൽസിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്കിങ്ങിന് വേണ്ടി മാത്രമാണ് ഈ ലിങ്ക്ഡിൻ നിങ്ങൾ യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മെയിൽ ഐ ഡിയുടെ മുകളിലായിട്ട് തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ, അതായത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, മിക്കവരും നാട്ടിലെ നമ്പറുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതല്ല, നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ ഉള്ളത് ആ ഒരു ലൊക്കേഷനിലുള്ള കോഡ് തന്നെ, കൺട്രി കോഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു ലിങ്ക്ഡിൻ ബാനറിൽ ഇടാൻ വേണ്ടി നോക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതാണ് ലോഗോ വെക്കുക, ടാഗ് ലൈൻ വെക്കുക എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഈ ഒരു സൈഡിൽ ഞാൻ എനിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഇവിടെ വെക്കാം, കമ്പനി ഡീറ്റെയിൽസ് ഒക്കെ വെക്കാം. ചില ആൾക്കാർ നമുക്ക് ഈ ഒരു പോർഷനിലൊക്കെ വെക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഇത്രയും ഭാഗത്തിൽ നമ്മുടെ ഫോട്ടോ ഓൾറെഡി വരുന്നതാണ്. ഓക്കെ, സോ ആ ഒരു ഭാഗം കവർ ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഇത്രയും കണ്ടന്റുകൾ അതിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടി നോക്കാം. ഓക്കെ, സോ ജസ്റ്റ് ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങൾക്ക് ബാനർ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇപ്പോൾ നിങ്ങൾ ബാനർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നില്ല, പുറത്ത് എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്തെങ്കിലും ഒരു കാര്യം മിസ്സാവുകയാണെങ്കിൽ, മീൻസ് ഇപ്പോൾ നമ്പർ എഴുതാൻ മിസ്സാവുകയാണെങ്കിൽ, സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്കൊക്കെ ആണെങ്കിൽ അതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമല്ലോ. സോ ജസ്റ്റ് ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. സോ ഞാനത് ക്ലോസ് ചെയ്യുന്നുണ്ട്.
സോ ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ജസ്റ്റ് നമ്മുടെ ഫോട്ടോ ഇതുപോലെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്യുക, എക്സിക്യൂട്ടീവ് ലുക്കിൽ അറേഞ്ച് ചെയ്യുക, എന്നിട്ട് അത് ജസ്റ്റ് പ്രൊഫൈൽ പിക്ക് ആക്കി വെക്കുക. രണ്ടാമത് വരുന്നത് എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ ബാനർ. സോ ലിങ്ക്ഡിൻ ബാനർ നമ്മൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഷെയർ ഓപ്ഷൻ്റെ അവിടെ പോയിട്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡൗൺലോഡഡ് ആയിട്ടുള്ളത് ഇവിടെ വരും. കണ്ടോ, വളരെ സിമ്പിളാണ്. ഇതെടുത്ത് നിങ്ങളെ സിസ്റ്റത്തിനുള്ളിൽ സേവ് ചെയ്ത് വെക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബാനർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ 2 ഫോട്ടോസ് അലൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. നമ്മളിപ്പോൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള കളർ കോഡ്. ഞാനിപ്പോൾ പുതിയൊരു കമ്പനിയിൽ കയറുന്നത് കൊണ്ടാണ് ഞാൻ ഈ ബ്ലൂവും വൈറ്റും റിലേറ്റഡ് ആയിട്ടുള്ള കളർ കോഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്നത് റെഡും വൈറ്റും ആയിരുന്നു. കാരണം എൻ്റെ കമ്പനിയുടെ ലോഗോയും ബ്രോഷേഴ്സും ഒക്കെ വരുന്നത് അതിലായിരുന്നു. ഓക്കെ, സോ അത് സിമിലർ ആയിട്ട് വെക്കാൻ വേണ്ടി നോക്കുക. ഇനി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഭാഗങ്ങൾ പറഞ്ഞു. നമ്മുടെ ഫോട്ടോ, ലിങ്ക്ഡിൻ ബാനർ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എബൌട്ട് സെക്ഷൻ. എബൌട്ട് സെക്ഷൻ്റെ ഉള്ളിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് കമ്പനിയിലാണ് വരുന്നത്, പിന്നെ നിങ്ങളുടെ ആ കമ്പനി റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്കിൽ സെറ്റ് ഏതൊക്കെയാണ്, ആ കമ്പനിയിൽ എന്തൊക്കെയാണ് മേജറായിട്ട് ചെയ്യുന്ന സർവീസസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് ഡെലിവർ ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഇതിൽ തന്നെ കൊടുക്കാൻ വേണ്ടി നോക്കുക. പ്രത്യേകിച്ച് ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ. ഓക്കെ, അത് പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ ജോബ് സെർച്ചിൻ്റെ ഒക്കെ സമയം വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് പ്രൊഫൈൽ സെക്ഷനാണ്. സോ പ്രൊഫൈൽ സെക്ഷനെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഏരിയാസ്, ഒരുപാട് സബ് ഡിവിഷൻസ് ഇതിൽ കാണാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോർ സെക്ഷൻ ഉണ്ട്, റെക്കമെൻഡഡ് സെക്ഷൻ ഉണ്ട്, അഡീഷണൽ സെക്ഷൻ ഉണ്ട്. സോ ഈ ഒരു കോർ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് നമ്മൾ എവിടെ പഠിച്ചു, നമ്മൾ എവിടെയൊക്കെ ജോലി ചെയ്തു, എന്തൊക്കെ രീതിയിലുള്ള സർവീസസ് ആണ് നമ്മൾ കൊടുക്കുന്നത്, അതല്ലെങ്കിൽ സെയിൽസ് ഒക്കെ ഒരു കമ്പനിയിലൊക്കെ ആണെങ്കിൽ ആ കമ്പനി ഏതൊക്കെ രീതിയിലുള്ള പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കരിയർ ബേക്ക് ഉണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നതാണ് കോർ ഏരിയയിൽ വരുന്നത്. സോ ഇത് നമ്മൾ ജസ്റ്റ് ഫിൽ ഔട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സി വിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് വെച്ച് തന്നെ ഫിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോർ ഏരിയ നിങ്ങൾക്ക് ഫില്ലായി കിട്ടും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ടാമത് പറയുന്നതാണ് ഈ ഒരു റെക്കമെൻഡഡ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റെക്കമെൻഡഡ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ആഡ് ഫീച്ചർ എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ, നിങ്ങളുടെ നേരത്തെ എഡ്യൂക്കേഷൻ ഫീൽഡ് ഇതിലൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈസൻസ്, പ്രോജക്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കോഴ്സുകൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതല്ലാതെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈല് കുറച്ചും കൂടി ട്രസ്റ്റ് വർത്തി ആയി തോന്നാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് റെക്കമെൻഡേഷൻസ്. ഓക്കെ, ജസ്റ്റ് ആഡ് റെക്കമെൻഡേഷൻസ് എന്നുള്ളൊരു ഇതുണ്ട്, അതുപോലെ തന്നെ ആഡ് ഫീച്ചേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അതായത് റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഏതൊക്കെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ സ്കൂളിൽ കോളേജുകളിൽ പഠിച്ചിട്ടുണ്ട്, അത് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ നമുക്ക് തരുന്ന റെക്കമെൻഡേഷൻസ് ആണ് ഈ ഒരു ആഡ് റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ വരുന്നത്. അത് നമുക്ക് റെക്കമെൻഡേഷൻ എടുക്കാനും പറ്റും, കൊടുക്കാനും പറ്റും. അതായത് നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ നമുക്ക് അവരെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ മുകളിലിരിക്കുന്ന നമ്മുടെ റിപ്പോർട്ടിംഗ് മാനേജേഴ്സ് അല്ലെങ്കിൽ ലൈൻ മാനേജേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അവർക്കും റെക്കമെൻഡേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഈ 2 രീതിയിലാണ് റെക്കമെൻഡേഷനിലുള്ള സ്പ്ലിറ്റിംഗ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഫീച്ചേർഡ് എന്ന് പറയുന്ന പോർഷൻ. സോ ഫീച്ചേർഡിൻ്റെ ഉള്ളിൽ എന്താ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് റിലേറ്റഡ് ആയിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ജസ്റ്റ് പ്രൊവൈഡ് ചെയ്യാം. ഫോർ എൻ എക്സാമ്പിൾ, നമ്മൾ ഫീച്ചേർഡ് എങ്ങനെയാണ് അത് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി നോക്കാം. സോ ഇതിൻ്റെ ഉള്ളിൽ ഞാനിവിടെ ഒരു അബൌട്ട് സെക്ഷൻ, നേരത്തെ ഈ ഒരു പ്രൊഫൈൽ സെക്ഷനിൽ ഇട്ട പോലെ തന്നെ ഈ ഒരു അബൌട്ട് സെക്ഷൻ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് റിലേറ്റഡ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത് അതാണ് ഞാൻ അബൌട്ട് സെക്ഷനിൽ കൊടുത്തിട്ടുള്ളത്. സർവീസസ് ഞാൻ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഇട്ടിട്ടുണ്ട്. സോ ഇതാണ് ഫീച്ചേർഡ് എന്ന് പറയുന്നത്. അതായത്
ഞാനിപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫീച്ചേർഡിൻ്റെ ഉള്ളിൽ നമുക്ക് പല രീതിയിൽ ആഡ് ചെയ്യാം. നമുക്കൊന്നെങ്കിൽ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ഫീച്ചേർഡ് സർവീസ് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ URL വെച്ച് ആഡ് ചെയ്യാം. സോ പോസ്റ്റ് ആയിട്ട് വെക്കാം, ആർട്ടിക്കിളായിട്ട് വെക്കാം, അല്ലെങ്കിൽ ലിങ്ക് വെച്ച് വെക്കാം, അതല്ലെങ്കിൽ മീഡിയ വെച്ചും വെക്കാം. ഇപ്പം നമ്മൾ മീഡിയ വെച്ചാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇമേജ് എന്നുള്ള രീതിയിൽ എഴുതി കാണിക്കും. അതല്ല ലിങ്ക് വെച്ചാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ രീതിയിലും ചെയ്യാം. ഇപ്പം ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്ത കമ്പനിയുടെ ഒരു പോസ്റ്റാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്, ഫീച്ചേർഡാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ലിങ്ക് യൂസ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. സോ ഈ ലിങ്കിൽ എന്താണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ, എൻ്റെ കമ്പനിയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എൻ്റെ കമ്പനിയുടെ ഡീറ്റെയിൽസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. സോ ജസ്റ്റ് എൻ്റെ പ്രൊഫൈൽ ജസ്റ്റ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ആക്സസ് കിട്ടുന്നതാണ്. അതല്ലാതെ നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഫീച്ചേർഡിൽ ആഡ് ചെയ്യാം. സോ ജസ്റ്റ് ഇമേജ് വെച്ചോ, അതല്ലെങ്കിൽ ആർട്ടിക്കിൾ വെച്ചോ, അല്ലെങ്കിൽ ഒരു മീഡിയ വെച്ചോ നിങ്ങൾ ഈ ഫീച്ചേർഡ് സെക്ഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഞാനിതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഫ്രണ്ടിൽ കിടക്കേണ്ടത്. അതുകൂടാതെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഫ്രണ്ടിൽ വരണം. ഓക്കെ, സോ ജസ്റ്റ് ആ രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പബ്ലിക്കേഷൻസ്, നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ഉണ്ടെങ്കിൽ, പ്രൊഫഷണൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഫീച്ചേർഡിൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കാൻ നോക്കാം. സോ നിങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഫോട്ടോയും അതിൽ കൂടെ തന്നെ നമ്മൾ എന്താണ് ഈ ഒരു ഡീറ്റെയിൽസും എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഈ ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് ഇടാൻ പറ്റും. ഫ്രണ്ടിൽ ഏതാണ് വരേണ്ടത്, ഇല്ലെങ്കിൽ ബാക്കിൽ ഏതാണ് വരേണ്ടത് എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഅറേഞ്ച് ചെയ്തിട്ട് ഇടാൻ പറ്റും. സോ അതും കൂടി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ഫീച്ചേർഡ് സെക്ഷനിൽ വരുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് റെക്കമെൻഡേഷൻസ് ആണ്. അതായത് നമ്മൾ എവിടെ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ കീഴിൽ ആരൊക്കെ വർക്ക് ചെയ്തു, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നു. സോ റെക്കമെൻഡേഷൻസിൻ്റെ ഈ ഒരു പോർഷൻ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയിലെ HR എനിക്ക് റെക്കമെൻഡേഷൻ തന്നിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ റെക്കമെൻഡേഷൻ നിങ്ങൾ നോർമലി ഒന്നല്ലെങ്കിൽ ഒരാൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തരും, അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റെക്കമെൻഡേഷൻ്റെ റിക്വസ്റ്റ് ഇടുകയാണെങ്കിലും അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ എപ്പോഴും റിക്വസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് റിലേറ്റഡ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത് ആ കീവേഡ്സ് കൂടി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഓപ്പറേഷൻസിൻ്റെ ഫീൽഡിലാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നോർമലി ജസ്റ്റ് റെക്കമെൻഡേഷൻസ് ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഓപ്പറേഷൻസ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം, ആ കീവേഡ് മെൻഷൻ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കീവേഡ് ഉള്ള രീതിയിൽ റെക്കമെൻഡേഷൻസ് കിട്ടും. സോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫീച്ചേർഡ് എങ്ങനെയാണ് ഇവിടെ തന്നെയാണ് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റും. പക്ഷേ റെക്കമെൻഡേഷൻസ് എങ്ങനെയാണ് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു റെക്കമെൻഡഡിൻ്റെ ഉള്ളിൽ പോവുകയാണെങ്കിൽ ആഡ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. സോ ഈ ഒരു ആഡ് റെക്കമെൻഡേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെ പേര് നിങ്ങൾക്ക് ഇതിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ഫോർ ആൻ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളെന്ന് പറയുന്നത്, ഓക്കെ, എൻ്റെ CEO ആണ് ഇവിടെ ഇരിക്കുന്നത്. സോ ഈ CEOയുടെ അടുത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് റെക്കമെൻഡേഷൻസ് ചോദിക്കാൻ പറ്റും. അപ്പം ഈ ഒരു റെക്കമെൻഡേഷൻസ് ചോദിക്കുന്നതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ആള് എങ്ങനെയാണ് നിങ്ങൾക്ക് റിലേഷനിൽ വരുന്നത്, എങ്ങനെ അറിയാം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കാം, എനിക്ക് ഡയറക്റ്റ് ആയിട്ട് സിയോനോടാണ് റിപ്പോർട്ടിംഗ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നസ്രുദ്ദീൻ മാനേജ് യു ഡയറക്റ്റ്ലി. അതല്ല ഇപ്പം എൻ്റെ കീഴിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡേഷൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം,
റിപ്പോർട്ടഡ് ടു യു ഡയറക്ട്ലി എന്നുള്ള ഓപ്ഷൻസ് വെക്കാം. അതല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് ഏരിയാസ് ഇതിൽ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ക്ലയൻ്റ് ആയിട്ടുള്ളതാണോ, അതല്ലെങ്കിൽ സെയിം ഫീൽഡിലായിട്ട് തന്നെ ഡിഫറെൻറ്റ് കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണോ എന്നുള്ള രീതിയിൽ ഒരുപാട് ഇവിടെ ജസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, നമ്മൾ റെക്കമെൻഡേഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കരിയറിൻ്റെ ഏത് ഭാഗത്തിലാണ് ആൾ നമ്മളെ ലീഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ലേറ്റസ്റ്റ് കമ്പനിയിലുള്ള സിഇഒയുടെ പേരാണ്. സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഫസ്റ്റ് കമ്പനി തന്നെ സെലക്ട് ചെയ്തു. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് എ പേഴ്സണലൈസ്ഡ് മെസ്സേജ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു റെക്കമെൻഡേഷൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിൽ ഒരു മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്തിടാം. ഹായ് സാർ, ഞാനിങ്ങനെ റെക്കമെൻഡേഷൻസിന് വേണ്ടിയിട്ടാണ്. സോ എൻ്റെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ എൻ്റെ ടീം ലീഡർഷിപ്പ്, എൻ്റെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ എനിക്ക് തരണം എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ChatGPT അല്ലെങ്കിൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പ്ലാറ്റ്ഫോം ഗ്രോക്ക് പോലുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ടൈലർ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. സോ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കമെൻഡേഷൻസ് ചോദിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് ഇപ്പോൾ എനിക്ക് റെക്കമെൻഡേഷൻസ് ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് ബാക്ക് അടിക്കുന്നുണ്ട്. ഇതിൽ ഈ സെൻഡ് കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആൾക്ക് മെസ്സേജ് പോകും. ഓക്കെ, സോ ഞാനിത് ജസ്റ്റ് ക്ലോസ് ചെയ്യുകയാണ്. നിങ്ങൾ ഇതുവരെ വർക്ക് ചെയ്ത കമ്പനിയിൽ ഇതുവരെ റെക്കമെൻഡേഷൻസ് ഒന്നും നിങ്ങളുടെ ഡയറക്റ്റ് ലൈൻ മാനേജേഴ്സിൻ്റെ അടുത്ത് നിന്ന് റെക്കമെൻഡേഷൻസ് ഒന്നും ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി മുതൽ റെക്കമെൻഡേഷൻസ് ചോദിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ നോർമലി കോഴ്സ് സെക്ഷൻ നോക്കി അതിൽ എഡ്യൂക്കേഷൻ എല്ലാ ഡീറ്റെയിൽസും ആഡ് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. അതല്ലാതെ വരുന്നത് ലൈസൻസസ്, സർട്ടിഫിക്കേഷൻസ്, പ്രോജക്ട്സ് എല്ലാം ആഡ് ചെയ്യുക. ഫീച്ചേർഡ് അതുപോലെ തന്നെ റെക്കമെൻഡേഷൻസ്, ഈ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യുക. അഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കിപ്പം എന്താ പറയുക, നിങ്ങൾക്ക് നീറ്റിൻ്റെ സ്കോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ ഇടാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഹോണേഴ്സ് ആൻഡ് അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് ഇവിടെ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യവും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവാർഡ്സ് എന്തെങ്കിലും ആണ്, ഇപ്പം ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് ഇതുപോലുള്ള അവാർഡ്സ് എന്തെങ്കിലും ആണ് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വിത്ത് മീഡിയ തന്നെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു അവാർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്, ഫീച്ചേർഡ് സെക്ഷനിലാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫീച്ചേർഡിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലൈസൻസ് എന്നുള്ള രീതിയിലും ആഡ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഫില്ല് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആവുന്നതാണ്. ഇനി ഈ സെക്ഷൻസ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജസ്റ്റ് ഇതിൽ എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അബൌട്ട് സെക്ഷൻ എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയാനുള്ള കാര്യം. സോ അബൌട്ട് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു 3-4 രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിടുക. ഓക്കെ, അതിൽ ഫസ്റ്റ് സ്പ്ലിറ്റ് എന്ന് വരുന്നത് ഞാൻ ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നായിരിക്കണം. ഓക്കെ, എന്തൊക്കെയാണ് കറൻ്റ്ലി ഞാൻ എന്തിലൊക്കെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ സർവീസസ് ആണ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ എക്സ്പീരിയൻസ് ഏതിലൊക്കെയാണ് ഇതിന് മുമ്പത്തെ വർഷങ്ങളിൽ വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണ് എന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂടുതലായിട്ടുള്ള സ്കിൽ സെറ്റുകൾ എന്താണ് എന്നുള്ളതും ജസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളതും ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലൈന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു രീതിയിൽ നിങ്ങൾ അബൌട്ട് സെക്ഷൻ ഇടുമ്പോൾ മിനിമം 2 അല്ലെങ്കിൽ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിനു മുമ്പ് എന്ത് ചെയ്തിരുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽ സെറ്റ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് ഇടാൻ വേണ്ടി നോക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ സ്കിൽസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ആ സ്കിൽസിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക,
ഇതിപ്പോൾ മിനിമം 5 ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ജസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ സ്കില്ലുകൾ ഏതൊക്കെയാണ്? ഇതിപ്പം നിങ്ങൾ ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇപ്പം IT ഒക്കെ റിലേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലൗഡോ സൈബർ സെക്യൂരിറ്റിയോ ഡാറ്റ അനലിസ്റ്റോ അങ്ങനെ എന്ത് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഇടാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് എങ്ങനെ ഇടണം എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ 4 സ്കില്ല് എൻ്റെ കയ്യിലുള്ളൂ. പക്ഷെ ഞാൻ ഇനി ഒന്ന് ആഡ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ റിമൂവ് ചെയ്തത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓർഗനൈസേഷണൽ പെർഫോമൻസ് മാനേജ്മെന്റ്. ഓക്കെ, ഇതായിരിക്കും എൻ്റെ മെയിനായിട്ട് ഞാൻ നോക്കുന്ന ഏരിയാസ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ സ്കിൽ സെറ്റിൽ നിന്ന് സെലക്ട് ചെയ്തു, സേവ് ചെയ്തു. ഓക്കെ, സോ നമ്മുടെ എബൌട്ട് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് സ്കിൽസ് എന്ന് പറയുന്നതും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതും നിങ്ങളുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതല്ലാതെ വരുന്നത് ഇവിടെ സർവീസസ് എന്ന് പറയുന്ന ഒരു ഭാഗം. സോ സർവീസസ് എന്ന് പറയുമ്പോൾ ഇവിടെ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ നിങ്ങൾക്ക് കിടക്കുന്നുണ്ട്. ഓക്കെ, ഈ റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഫൈലിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ സർവീസസ് എന്ന് പറയുന്ന ഒരു പോർഷനും കിടക്കുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഈ ഒരു ഏരിയയിൽ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. വ്യൂ പ്രൊഫൈലിൻ്റെ അവിടെ. ഇതിപ്പോൾ എൻ്റെ സ്വന്തം അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ വേറൊരാളാണ് എൻ്റെ അക്കൗണ്ട് തുറക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഏരിയയിൽ തന്നെ ഈ സർവീസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കിടക്കാൻ പറ്റും. സോ ഈ ഒരു സർവീസ് എടുക്കുക, അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തൊക്കെയാണോ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക അത്തരം കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ലിസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു 10 കാര്യങ്ങളാണ് മിനിമം ഇതിൽ കൊടുക്കാൻ പറ്റുക. സോ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൽ സെറ്റുകൾ കൊടുക്കുക. 10 വേണമെന്നില്ല, മിനിമം ഒരു 7 എണ്ണെങ്കിലും കൊടുത്തിടുക. എന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ട് തന്നെ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഓർഗനൈസേഷണൽ ഗോൾസ്, പ്രോജക്റ്റ് മാനേജ്മെന്റ് വരുന്നുണ്ട്, HR കൺസൾട്ടിങ് വരുന്നുണ്ട്. ഓക്കെ, സോ മുകളിൽ എന്താണോ കൊടുത്തത് അത് റിലേറ്റഡ് ആയിട്ട് തന്നെ ബ്രീഫായിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നേരത്തെ യൂസ് ചെയ്ത പോലത്തെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുക. ഇത്രയും കീവേഡ്സ് തന്നെ യൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു ബ്രീഫായിട്ട് പാരഗ്രാഫ് വൈസിൽ എഴുതുക എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ടൈലർ ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ പ്ലാറ്റ്ഫോംസ് ഏതാണോ അത് ഡെവലപ്പ് ചെയ്ത് തരും. സോ ഇതും കൂടി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും സർവീസസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ജസ്റ്റ് മെൻഷൻ ചെയ്യാം. പിന്നെ ഇതിൽ വരുന്നത് ഫീച്ചേർഡ് ആയിട്ടുള്ള സെക്ഷനാണ്. പിന്നെ എക്സ്പീരിയൻസുകൾ വരുന്നുണ്ട്. ഓക്കെ, സോ ഏതൊക്കെ കമ്പനിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫോർ എൻ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കമ്പനി എടുക്കുകയാണ്. ഓക്കെ, സോ ഈ ഒരു കമ്പനിയിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായി പോകാൻ പറ്റും. ഇത് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് പോയി നോക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇതിലിടുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഏത് കാലയളവിലാണ് വർക്ക് ചെയ്തത്. നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലസ് സിമ്പിൾ മതി. ഞാൻ ജസ്റ്റ് എഡിറ്റ് ഓപ്ഷൻ എടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഓപ്പറേഷൻസ് മാനേജറായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് കമ്പനി എന്നുള്ളതുണ്ട്, അതുപോലെ തന്നെ ഏത് വർഷമാണ് ഞാൻ അവിടെ ജോലി ചെയ്തത്, എവിടെയായിരുന്നു ആ കമ്പനി എന്നുള്ളതുണ്ട്. ഇത് കൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ ജോബ് റോൾസ് എന്തായിരുന്നു എന്നുള്ളതാണ് ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ CV ബിൽഡിങ്ങിൻ്റെ ക്ലാസ്സിൻ്റെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ജോബ് റോൾസ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യല്ല, നമ്മൾ അവിടെ എന്ത് ചെയ്തു എന്നുള്ള കാര്യം, ആ ഒരു സൊല്യൂഷൻ നമ്മൾ എന്താണ് കൊടുത്തത് എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും ഇത് എഴുതേണ്ടത്. സോ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്ത് ചെയ്തു, ടീം പെർഫോമൻസ് ആൻഡ് മാനേജ്മെന്റ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓവർസോ അല്ലെങ്കിൽ മാനേജ്ഡ്, അല്ലെങ്കിൽ എന്താണ് ബിൽഡ് എ സ്ട്രോങ് നെറ്റ്വർക്ക്, സ്ട്രെങ്തൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വിസിബിലിറ്റി. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി ആക്ഷൻ വേർബ്സ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് ഞാനിവിടെ ഓൾറെഡി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ കൗണ്ടുകൾ യൂസ് ചെയ്യാൻ വേണ്ട, നമ്പേഴ്സ്, അതല്ലെങ്കിൽ പെർസെൻറ്റേജുകൾ. ഇപ്പോൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഈ ഒരു സോൺ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയുടെ ഉള്ളിൽ ഞാൻ 20% ഇന്ന കാര്യത്തിൽ സെയിൽസ് കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി എന്ത് ചെയ്യുക,
ഡിസ്ക്രിപ്ഷൻസ് ആക്ഷൻ വേർബ്സും അതുപോലെ തന്നെ കൗണ്ടിങ് നമ്പേഴ്സും യൂസ് ചെയ്ത് തന്നെ കൊടുക്കാൻ വേണ്ടി നോക്കുക. ഇത് കൊടുക്കുമ്പോൾ ബുള്ളറ്റ് പോയിന്റ്സ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ക്രിയേറ്റീവായിട്ട് ഇതുപോലെ ഗ്രീൻ ടിക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതല്ലെങ്കിൽ നോർമലി യെല്ലോ ലൈറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആളുകൾ കൊടുക്കാറുണ്ട്. ജസ്റ്റ് സ്റ്റാർ ഇട്ടിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ ഹൈഫൻ ഇട്ടിട്ട് കൊടുക്കാം. പ്രൊഫഷണൽ ആണ്. അതല്ലെങ്കിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു കമ്പനിക്ക് മാത്രമല്ല എല്ലാ കമ്പനിയിലും ഒരേ രീതിയിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ ഇവിടെ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഏത് എംപ്ലോയ്മെന്റ് ടൈപ്പ് ആയിരുന്നു, ഫുൾ ടൈം ആണോ ഹാഫ് ടൈം ആണോ, അതല്ല നിങ്ങൾ റിമോട്ട് ആയിട്ടാണോ വർക്ക് ചെയ്തിട്ടുള്ളത്, സ്റ്റാർട്ടിങ് മന്ത് ഏതായിരുന്നു. അപ്പം ജസ്റ്റ് കറന്റ് ഇവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. അതല്ല ഈ ബട്ടൺ ജസ്റ്റ് ഓഫ് ആക്കുകയാണെങ്കിൽ എൻഡ് ഡേറ്റ് എന്നായിരുന്നു എന്നുള്ളത് കൂടി മെൻഷൻ ചെയ്യുക. അപ്പം നിങ്ങൾ മുമ്പ് ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻഡ് ഡേറ്റ് ഇതിൽ മെൻഷൻ ചെയ്യുക. അതല്ല ഇപ്പോൾ കറന്റ് വർക്ക് ചെയ്യുന്ന കമ്പനി മാത്രം ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഐ എം കറന്റ് വർക്കിംഗ് ഇൻ ദിസ് റോൾ എന്നുള്ള രീതിയിൽ കൊടുക്കുക. സോ ഇങ്ങനെ നിങ്ങൾ ടിക്ക് ഇടുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി വരും, എൻഡ് കറണ്ട് പൊസിഷൻ. അതായത് ചിലരിപ്പോൾ 2 or 3 കമ്പനിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരുണ്ടാവും, ചിലപ്പോൾ ഡിസൈനേഴ്സ് ആയിരിക്കാം, അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉണ്ട്. ഓക്കെ, സോ അവർക്ക് വേണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ആ ഒരു രീതിയിലും കൂടി ജസ്റ്റ് നോക്കുക ഏതാണ് ലൊക്കേഷൻ. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബുള്ളറ്റ് പോയിന്റ്സ് വെച്ച് ആക്ഷൻ വേർബ്സ് വെച്ച് കുറച്ച് കൗണ്ടിങ് നമ്പേഴ്സ് പെർസെൻറ്റേജുകൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, സോ ഇതാണ് എക്സ്പീരിയൻസിന്റെ ഏരിയയിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇതെൻ്റെ എഡ്യൂക്കേഷൻ ആണ്. ഇപ്പോൾ പറഞ്ഞ സിമിലർ വേയിൽ തന്നെയാണ് ഇതും ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഏത് കോളേജിൽ പഠിച്ചു, എഞ്ചിനീയറിംഗ് എവിടെ പഠിച്ചു, അല്ലെങ്കിൽ എൻ്റെ സ്കൂളിംഗ് എവിടെയായിരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഞാൻ ഏതൊക്കെ രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസ് എടുത്തു. ഇപ്പം എല്ലാ സർട്ടിഫിക്കേഷൻസും നിങ്ങൾ അതിൽ ലിസ്റ്റ് ചെയ്യണം എന്നില്ല. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളിപ്പോൾ എന്ത് റിലേറ്റഡ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, ഞാനിതിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് ആണ്. പക്ഷെ ഓപ്പറേഷൻസ് കൂടാതെ തന്നെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെന്റ് എന്നുള്ള ഏരിയയും കൂടി ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫോക്കസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, IT അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ്സൈറ്റ് ബിൽഡിംഗ് ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അത് റിലേറ്റഡ് ആയിട്ടുള്ള കൂടിയുള്ള ലൈസൻസുകളും സർട്ടിഫിക്കേഷൻസും എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ജിറ പ്രൊജക്ട് മാനേജ്മെന്റ് ഇതൊക്കെ ഓപ്പറേഷൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അതല്ലാതെ ബാക്കി എക്സ്ട്രാ എടുക്കുന്ന ലൈസൻസുകൾ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ ഏതെങ്കിലും പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ടുണ്ടോ അതെല്ലാം ലിസ്റ്റ് ചെയ്യുക. വോളണ്ടിയറിങ് എക്സ്പീരിയൻസ് ഉണ്ടോ അത് ലിസ്റ്റ് ചെയ്യുക. ജസ്റ്റ് മുകളിലിട്ട സ്കില്ലുകളാണ്, അത് എൻഡോസ് ചെയ്തിരിക്കുകയാണ്. അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് എനിക്ക് ഈ ഒരു സ്കില്ലുകൾ എൻഡോസ് ചെയ്തിട്ടുള്ളത്. വേറെ ആരുടെങ്കിലും ഇതുപോലുള്ള അക്കൗണ്ടുകളിൽ കയറിയിട്ട് നിങ്ങൾക്കും എൻഡോസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ മാനേജേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അവർക്ക് എൻഡോസിങ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇതിലങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, അവർ കണ്ടറിഞ്ഞ് തരണം. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ഡയറക്റ്റ് ആക്സസിബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് ചോദിച്ചു വാങ്ങാവുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്നത് റെക്കമെൻഡേഷൻസ് ആണ്. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രൊഫൈൽ സെക്ഷൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. നമ്മൾ ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിലുപരി നമുക്ക് ഏത് ഏരിയയിലേക്കാണ് പോവേണ്ടത് എന്നുള്ള രീതിയിലേക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിനനുസരിച്ചുള്ള ടേംസ് കൂടി ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, രണ്ടാമത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജസ് ആണ്. അത് നമ്മൾ ഇടുന്ന പ്രൊഫൈൽ ഫോട്ടോ ആണെങ്കിലും ക്ലാരിറ്റി ഉള്ളതാവണം, ബാക്ക്ഗ്രൗണ്ടും കറക്റ്റ് ആവണം. ലിങ്ക്ഡിൻ ബാനർ ആണെങ്കിലും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ടാവണം. പിന്നെ വരുന്നത് നമ്മുടെ ഈ പോസ്റ്റുകൾ, ഈ ഫീച്ചേഴ്സിലുള്ള ഫോട്ടോസ് അതല്ല പോസ്റ്റുകളിലുള്ള ഫോട്ടോസ് ആണ്. ഓക്കെ, ഇതിന് മുമ്പത്തെ കമ്പനി റെഡ് ആയതുകൊണ്ടാണ് ഈ ഒരു റെഡ് കളർ ഗ്രേഡിൽ കിടക്കുന്നത്. മേ ബി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് അതിനി ബ്ലൂ കളറിലേക്ക് വരും. സോ ആ ഒരു രീതിയിലെ കളർ ഗ്രേഡ് കൂടി നിങ്ങൾ പ്രൊഫൈലിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം നമ്മൾ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞു. സ്റ്റുഡൻസിനായിട്ട് ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോംസ്, ലേണിംഗ് പ്ലാറ്റ്ഫോംസിലായിരിക്കാം, നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം, മേ ബി സെയിൽസിലായിരിക്കാം, അതല്ലെങ്കിൽ ജോലി നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും ആയിരിക്കാം നിങ്ങൾ ഈ ഒരു ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് ഓൺടർപ്രണേഴ്സ് ആയിരിക്കാം. പക്ഷേ
ഇവരൊക്കെ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, നിങ്ങൾ അതിൽ കുറച്ച് എന്ത് ചെയ്യണം, വിസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം. സോ വിസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പോസ്റ്റുകളാണ്. ഓക്കെ, സോ പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ഡെയിലി വൈസിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരെന്തൊക്കെയാണോ ഡെയിലി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ സിമിലർ ആയിട്ട് ഇപ്പം നമ്മൾ ജസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഉള്ളത്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഹയറിംഗ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഉള്ളത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഓപ്പറേഷൻസിലാണ്. ഓക്കെ, ഹയറിംഗ് HR ഉണ്ടാവും. അതല്ലാതെ ഓപ്പറേഷൻസിൽ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഏരിയാസ് ഡിപ്പാർട്ട്മെന്റ്സിന് വേണ്ടിയിട്ടാണെങ്കിലും ഹയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അവരുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ മാത്രമായിട്ട് പോസ്റ്റേഴ്സ് ഷെയർ ചെയ്ത് കാണാറുണ്ട്. പക്ഷേ ജസ്റ്റ് ഒരു ടിപ്പായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ അതുപോലെ ഹയറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ബന്ധമെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് ആ കമ്പനി ഏത് കമ്പനിയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ കമ്പനിയിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഇനഫാക്ട് സൊല്യൂഷൻസിലാണ് ഞാൻ കറൻ്റ് വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേരാണിത്. സോ ഈ ഒരു കമ്പനിയിൽ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ അവർ ജസ്റ്റ് എന്തൊക്കെ പോസ്റ്റുകളാണോ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. എന്നിട്ട് ഇവിടെ റീപോസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഓക്കെ, സോ ഈ ഒരു റീപോസ്റ്റിന്റെ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ കണ്ട രീതിയിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതുപോലെ കാണിക്കും. ഓക്കെ, സോ ഇങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഫീൽഡിൽ ജോലി വേണമെങ്കിൽ അവർക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതല്ലാതെ നിങ്ങളുടെ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ട്രാഫിക് കൂട്ടാനും കൂടി പറ്റും. ഓക്കെ, സോ ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അതല്ലാതെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ, ഇപ്പം ഇതൊക്കെ ഇവിടെ സൗദിയിൽ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഇവൻറ്റ്സ് ആണ്. ഓക്കെ, സോ ഈ ഇവൻറ്റ്സിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ലിങ്ക്ഡിനിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ വേറെ ആരെങ്കിലും ഈ ഒരു പ്രോഗ്രാമിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഇത് നോട്ടീസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ ഒരു പ്രോഗ്രാം അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് ഇത് അറിയാനും ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾ കറൻ്റ്ലി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലുള്ള പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യുന്ന ആളാണ്, ഹയറിംഗ് പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യുന്ന ആളാണ്, ഇവൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ മറ്റുള്ളവർ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. കാരണം അവർക്ക് ബാക്കിയുള്ള വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അപ്ഡേഷനേക്കാളും സിമ്പിളാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നോക്കിയിട്ട് വരുന്ന ഇവന്റ് ഏതാണ് എന്നുള്ളത് അറിഞ്ഞാൽ മതി. ഓക്കെ, സോ ആ രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ ഈ രീതിയിൽ പോസ്റ്റുകൾ, ഇമേജ് വെച്ചിട്ടുള്ള പോസ്റ്റുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ പോസ്റ്റുകൾക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, മേ ബി നിങ്ങളുടെ ഒരു കൊളീഗിന് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമൻറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ ഇവൻറ്റ്സ് എന്തെങ്കിലും നടന്നിട്ട്, ഇപ്പോൾ നമ്മൾ കാണിച്ച എക്സിബിഷൻ തന്നെയാണെങ്കിലും അതിന് പോയിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആക്ടിവിറ്റി ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾ പ്രൊഫൈൽ ഉണ്ടാക്കുന്നത് മാത്രമല്ല അതിൻ്റെ റീച്ചിങ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിന്യൂസ്ലി പോസ്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ ആക്റ്റീവായിട്ട് ഇരിക്കാനും കൂടി നോക്കുക. സോ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഈ ഫീച്ചേർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും അതുപോലെ തന്നെ പോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും. ബാക്കിയുള്ളവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരു ഹോം എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ പോവുകയാണെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഖത്തർ ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, AZM ഡെവലപ്മെന്റ്, അതല്ലെങ്കിൽ എവിവ, അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട്. ഇപ്പം നിങ്ങളുടെ ചിലപ്പോൾ ഫസ്റ്റ് നെറ്റ്വർക്കിൽ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് തേർഡ് ഏതെങ്കിലും നെറ്റ്വർക്കിങ്ങിൽ വരുന്ന ആളായിരിക്കാം. പക്ഷെ അയാൾ എന്തായിട്ടുണ്ട്, അയാൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ജോലിയിൽ കുറച്ചും കൂടിയും എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ്, സർട്ടിഫിക്കേഷൻസ് അത് റിലേറ്റഡ് ആയിട്ട് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാറിയിട്ടുണ്ടോ, കമ്പനി മാറിയിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ജസ്റ്റ് ഹോമിൽ പോവുകയാണെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലിങ്ക്ഡിൻ്റെ ഡാഷ്ബോർഡിലുള്ളതാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രീമിയം ആണെങ്കിലും അതല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള പ്ലാൻ ആണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു മിനിമം നമ്പർ ഓഫ് കണക്ഷൻസേ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ,
സോ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ഈ നെറ്റ്വർക്കിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇതെല്ലാം എനിക്ക് വന്ന ഇൻവിറ്റേഷൻസ് ആണ്. ഓക്കെ, അതായത് എനിക്ക് ഫോളോ റിക്വസ്റ്റ് വന്ന് കിടക്കുന്നതാണ്. അതല്ലാതെ എനിക്ക് ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സെർച്ച് ബാറിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പം ഞാനിതിൽ ആരാണോ ജസ്റ്റ് കാണേണ്ടത് ആ രീതിയിലുള്ള പ്രൊഫൈൽസ് അതിൽ കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഞാൻ പഠിച്ച കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ വർക്ക് ചെയ്യുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി ഓപ്പറേഷൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ പ്രൊഫൈല് നമ്മൾ ഈ അബൌട്ട് അല്ലെങ്കിൽ ഫീച്ചേർഡ് അല്ലെങ്കിൽ പോസ്റ്റ് ഇത് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നോ ആ ഒരു രീതിയിൽ തന്നെ ഇവിടെയും ലിസ്റ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾ ക്ലൗഡ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിക്ക് പകരം നിങ്ങൾക്ക് ക്ലൗഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ റെക്കമെൻഡേഷൻസ് ആയിരിക്കും ലിങ്ക്ഡിൻ തരുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് കണക്ഷൻ റിക്വസ്റ്റ് അയച്ചിടാം. ഓക്കെ, നമുക്ക് ലിമിറ്റേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഒരു വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി എന്നുള്ള രീതിയിൽ ഇത്ര കണക്ഷൻസേ അയക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലും കൂടി ജസ്റ്റ് ഇതിൽ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എപ്പോഴും കണക്ഷൻസ് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആരാണോ അവർക്ക് വേണം ആദ്യം നിങ്ങൾ കണക്ഷൻസ് അയച്ചിടാം. ഓക്കെ, അതല്ലാതെ ഇവിടെ ജോബ്സ് എന്ന് പറയുന്ന ഡാഷ്ബോർഡ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത് ജോലി നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണെങ്കിൽ അതിൽ ഞാൻ സെർച്ച് ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ആണ് എനിക്ക് ഇവിടെ വന്ന് കിടക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഈ പ്രിഫറൻസിൻ്റെ അവിടെ കയറിയിട്ട് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ റെസ്യൂംസ്, അതായത് നിങ്ങളുടെ CV നിങ്ങൾ ആദ്യം അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടാവണം. അതായത് നിങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങളിപ്പോൾ എന്ത് വർക്ക് ചെയ്യുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള CV, നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV തന്നെ ഇതിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, സോ ഞാൻ ഓൾറെഡി എൻ്റെ CV ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, CV ഇതിൽ കൊടുക്കാൻ പറ്റും. പ്രിഫറൻസിൽ പോവുക, മൈ ജോബ്സ്, ഇൻ കരിയർ സൈറ്റ്സ്, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം HR റിലേറ്റഡ് ആയിട്ട് പ്രീമിയം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് കാണാം. ഓക്കെ, സോ ജോബിന് റിലേറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി ഞാൻ പറയാം, പ്രിഫറൻസ്, ജോബ്സിൻ്റെ ഉള്ളിൽ പ്രിഫറൻസ് എന്ന് പറയുന്ന സെക്ഷനിലാണ് റെസ്യൂംസ് എന്ന് പറയുന്ന രീതിയിൽ. ഓക്കെ, സോ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെസ്യൂം അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്ലോഡ് റെസ്യൂം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഈ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റെസ്യൂംസ് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അതല്ലാതെ ഞാനിപ്പോൾ റീസെൻ്റ്ലി വർക്ക് ചെയ്യുന്ന ഏരിയാസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സും എനിക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻസിലാണെങ്കിൽ 100 ന്യൂ ജോബ്സ് വന്ന് കിടക്കുന്നുണ്ട്. ഹയറിംഗ് മാനേജേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, അതല്ലാതെ മെസ്സേജ് നമുക്ക് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഹയറിംഗ് പോസ്റ്റ് ഇട്ടതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഇതുപോലെ മെസ്സേജസും കാര്യങ്ങളും വരാറുണ്ട്. പിന്നെ എൻ്റെ ഈ ഒരു പ്രൊഫൈൽ റിലേറ്റഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതും ഇവിടെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. ഓക്കെ, പിന്നെ എൻ്റെ പ്രൊഫൈൽ, ഇതൊക്കെയാണ് മേജറായിട്ട് ഈ ഡാഷ്ബോർഡിൽ വരുന്നത്. സോ ഈ ഡാഷ്ബോർഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ജോബ് നോക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഹയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മെയിൻ ഏരിയ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, CV നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV തന്നെ ഇതിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അത് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏത് ഫീൽഡ് റിലേറ്റഡ് ആയിട്ടാണോ നിങ്ങൾ ജോലി നോക്കുന്നത്, ഞാനിപ്പം ഓപ്പറേഷൻസ് ആണ് ജോലി നോക്കുന്നത്. ഓപ്പറേഷൻസ് ജോലി നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഓപ്പറേഷൻസ് എന്ന് എഴുതി അല്ലേ. ഇപ്പോൾ ഓപ്പറേഷൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ജോലികളാണ് ഈ ഫുള്ള് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ IN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. ഓക്കെ, ഈ IN എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിങ്ക്ഡിൻ്റെ ഒരു ലോഗോ ഇവിടെ കാണാം. ഈ ലിങ്ക്ഡിൻ്റെ ലോഗോ കാണുന്നത് നമ്മൾ നേരത്തെ ജോബിൻ്റെ അവിടെ പ്രിഫറൻസിൽ കയറിയിട്ട് നമ്മൾ CV കൊടുത്തില്ലേ. ഓക്കെ, സോ ഈ IN കാണുന്ന സിമ്പിൾസ് എന്ന് പറയുന്നത് ഈസി അപ്ലൈ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അതായത് നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് 10 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓപ്പറേഷൻസിൽ ക്ലിക്ക് ചെയ്യുക, ഈസി അപ്ലൈയുടെ ഈ ഒരു ഓപ്ഷൻ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്.
ആ AC അപ്ലൈയുടെ ഓപ്ഷൻ കിടക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ, എവിടെയാണ് ലൊക്കേഷൻ, എൻ്റെ പേരെന്താണ് എന്നുള്ളതുണ്ട്. നെക്സ്റ്റിൽ പോയി ഞാൻ എൻ്റെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള CV ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അടിക്കുകയാണെങ്കിൽ എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഇവിടെ കൊടുക്കുക. എത്ര സാലറിയാണ് ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ യാൻഗുവിലേക്ക് റിസൈഡ് ചെയ്യാൻ, അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് ചോദിക്കും. അതല്ലെങ്കിൽ ഇതുപോലെ യാൻഗുവിലുള്ളവരാണോ എന്നുള്ളവരും ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഈ രീതിയിൽ ജസ്റ്റ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക, എന്നിട്ട് റിവ്യൂ കൊടുക്കുക. നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോൺ നമ്പേഴ്സ് കൊടുത്ത് കറക്റ്റ് അല്ലേ, മെയിൽ ID കറക്റ്റ് അല്ലേ, എല്ലാ കാര്യങ്ങളും കറക്റ്റ് അല്ലേ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത്, സാലറി എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എന്ത് ചെയ്തു, ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു. പക്ഷേ ചില ആപ്ലിക്കേഷൻസിൽ നോക്കുകയാണെങ്കിൽ ഈ ലിങ്ക്ഡിൻ്റെ ഓപ്ഷൻ കാണില്ല. ഓക്കെ, സോ നമ്മൾ ചില IT ഫീൽഡൊക്കെ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സൗദിയിൽ IT-യിലൊക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ HR-ലൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഇത്രയും ഈസി അപ്ലൈ ആയിട്ട് കുറേ കൊടുത്തിട്ടുണ്ടാവില്ല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൊടുത്തിട്ടുള്ള ടാബുകളില്ലേ ഡാഷ്ബോർഡിൽ, അത് വെച്ചിട്ട് ഇവിടെ EC അപ്ലൈ എന്നുള്ളത് മാത്രം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് EC അപ്ലൈ മാത്രമുള്ളത് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ല, ഡേറ്റ് പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ 24 മണിക്കൂറിന് ഉള്ളിൽ മാത്രം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ലാസ്റ്റ് മാസം മാത്രം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് 419 റിസൾട്ട് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ തന്നെ എക്സ്പീരിയൻസ് ലെവൽ. ഓക്കെ, ഞാനിപ്പം സൗദിയിൽ പുതിയതായിട്ട് വന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ എൻട്രി ലെവലാണോ, ഇന്റേൺഷിപ്പ് ലെവലാണോ, അല്ലെങ്കിൽ അസോസിയേറ്റ് ലെവലാണോ, മിഡ് സീനിയർ ലെവലും, ഈ ഒരു രീതിയിൽ ഇപ്പം നേരത്തെ EC അപ്ലൈയിൽ എടുത്ത ആ 400+ എന്ന് പറയുന്ന അത്രയും നമ്പർ ഓഫ് ജോബ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്നിപ്പോൾ എന്തായി, അതിൽ ബാക്കി നമ്മൾ ഇപ്പോൾ ഇത്രയും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സെർച്ചിങ് ആയതുകൊണ്ട് 323 എന്ന് പറയുന്ന റിസൾട്ടായി. ഓക്കെ, ഇനി കമ്പനീസ്, ഇപ്പോൾ ഈ വന്ന 323 എന്ന് പറയുന്നതിൽ ഇത്രയും കമ്പനീസ് ആണ് കിടക്കുന്നത്. അപ്പം ഞാൻ നോക്കുകയാണ്, റിഡ്സി, നിയോം, ഈ റിഡ്സി ഗ്ലോബൽ, ഈ 3 കമ്പനീസിലാണ് എനിക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, കണ്ടോ, ആ കമ്പനീസിൽ ഉള്ള വേക്കൻസീസ് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഓക്കെ, സോ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിലാണോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഈ ഒരു എക്സ്പീരിയൻസ് ലെവലിലുള്ളതാണോ വേണ്ടത്, എപ്പോൾ പോസ്റ്റ് ചെയ്തതാണ് വേണ്ടത്, ഏത് കമ്പനിയിലാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അതാണ് ജോബ്സ് എന്ന് പറയുന്ന ഏരിയയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഡാഷ്ബോർഡ് നോക്കി, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി, ഡാഷ്ബോർഡ് നോക്കി. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, സ്റ്റുഡൻസ് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ CV ആദ്യം അതിൽ കൊടുക്കണം. സോ ആ CV നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പെട്ടെന്ന് EC അപ്ലൈ ആയിട്ടുള്ള ജോബ്സിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ CV ലിസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത് നിങ്ങൾ കറന്റ് എന്തിൽ വർക്ക് ചെയ്യുന്നു എന്നല്ല, നിങ്ങളുടെ സൊല്യൂഷൻസ് ആയിരിക്കണം. നിങ്ങൾ എന്തൊക്കെ സൊല്യൂഷൻസ് സർവീസസ് ആഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ ജോബ്സ് ഇതുപോലെ സെർച്ച് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇങ്ങനെ ജോബ്സ് കൊടുക്കുകയാണെങ്കിലും കണക്ഷൻസ് റിക്വസ്റ്റ് അയക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ നേരത്തെ ഓപ്പറേഷൻസ് തപ്പിയില്ലേ. ഓക്കെ, ഓപ്പറേഷൻസ് തപ്പിയപ്പം എനിക്കിതുപോലെ ഫെസിലിറ്റീസ് മാനേജർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഓൾറെഡി നമുക്ക് ഒഴിവുണ്ട്. ഓക്കെ, പക്ഷെ ഞാനിവിടെ താഴെ പോയി നോക്കുകയാണെങ്കിൽ പീപ്പിൾ യു ക്യാൻ റീച്ച് ഔട്ട്, ഇതൊക്കെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ അവരുടെയൊക്കെ പ്രൊഫൈൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എഹ്സാൻ സ്ക്രീനിൽ വരയ്ക്കുന്നുണ്ട്, ജസ്റ്റ് അതൊന്ന് ഒഴിവാക്കണം കേട്ടോ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, ഈ EC അപ്ലൈ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് പറയുന്നത്. സോ ജോബ്സിൽ പോയി തന്നെ ഇതുപോലെ ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഏതാണോ നിങ്ങൾക്ക് വേണ്ട ജോലി അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ കമ്പനിയെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ചില സ്ഥലത്ത് ഇവിടെ ഹയറിംഗ് മാനേജേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട്. ഓക്കെ, ഹയറിംഗ് മാനേജേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരൊക്കെ ഉണ്ട് എന്നുള്ളതും ജസ്റ്റ് കൊടുക്കാറുണ്ട്. ഇവർക്കൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ഒരുപാട് പേർക്കൊന്നും ഈ മെസ്സേജ് ഓപ്ഷൻ കാണില്ല,
പക്ഷേ ഭാഗ്യം കൊണ്ട് നമ്മൾ എടുത്ത ഈ ഒരു ഓപ്ഷനിൽ തന്നെ 3 ആൾക്കും മെസ്സേജ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവർക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി നോക്കാം. അപ്പം എപ്പോഴും മെസ്സേജുകൾ വരുമ്പോൾ പല രീതിയിൽ മെസ്സേജ് വരും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ജോലി വേണം, ജോലി ഉണ്ടോ, വേക്കൻസി ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ അയക്കുന്ന ആളുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഫോർ ആൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം റീസെൻ്റ്ലി എൻ്റെ മെസ്സേജിൽ തന്നെ കിടക്കുകയാണെങ്കിൽ, ഓക്കെ, സംഭവം ഒരാൾ ആ ആള് ജസ്റ്റ് നോക്കുന്നത് എന്താണ്, ഐ ആം റീച്ചിങ് ഔട്ട് ടു എക്സ്പ്രസ് മൈ ഇൻട്രസ്റ്റ് ഇൻ എനി ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ ആള് പറയുന്നത്, ഇപ്പം ആളുടെ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ആളുടെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ പറയണേ എന്നുള്ള രീതിയിലാണ്. അപ്പൊ എനിക്ക് കറക്റ്റായിട്ട് ലീഡ് ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ ഹയറിംഗിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് ഇവന് എന്ത് ജോലി കൊടുക്കണം എന്ന് നോക്കണമെങ്കിൽ ഇവന്റെ പ്രൊഫൈല് കയറിയിട്ട് മുഴുവനായിട്ട് നോക്കേണ്ടി വരും. അതിന് പകരമായിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്, ഓക്കെ, ഇത് ഇതിന് ഇതുപോലെ സിമിലർ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഈ ഒരു മെസ്സേജ് നമ്മൾ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ട്. ആദ്യം ഗ്രീറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ ആണ് എന്നുള്ളതും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 5 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സൗദിയിലുള്ളതാണ്. അതല്ലാതെ ടോട്ടലോ നമ്മൾ നോക്കുകയാണെങ്കിലോ ഈ ഒരു 10 ഇയേഴ്സ് പ്ലസ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതാണ് കറക്റ്റായിട്ട് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ഇൻസ്ട്രുമെന്റേഷനിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ എന്നുള്ളത് ഫസ്റ്റ് മെസ്സേജ് അയച്ചത്. അതിനുശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊഫൈല് അയക്കേണ്ടത്. ഓക്കെ, സോ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾ എപ്പോഴും മെസ്സേജ് അയക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി വേണം. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ എഴുതേണ്ടത് എന്നുള്ളത് ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, സോ ജസ്റ്റ് പേര്, അതുപോലെ തന്നെ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ബേസിക് ആണോ നോക്കുന്നത്, ഇന്റർമീഡിയറ്റ് ലെവലിലാണോ നോക്കുന്നത്, മാനേജിങ് ലെവലിലാണോ നോക്കുന്നത് എന്നുള്ള രീതിയിലും കൂടി ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഹയർ ചെയ്യുന്ന ആൾക്കാർക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി ആവരുത് ചെയ്യേണ്ടത്. നമ്മളെ ഹയർ ചെയ്യുന്ന ആ ഒരു HR അതല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്, അയാളുടെ കൺവീനിയൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. അയാൾക്ക് വേണ്ടത് എന്താണോ ആ സൊല്യൂഷൻ ആണ് നമ്മൾ എപ്പോഴും ആ മെസ്സേജിൽ അയക്കേണ്ടത്. ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ 10 വർഷത്തെ എക്സ്പീരിയൻസ്, അത് മാത്രമേ അയാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഹയറിംഗ് പേഴ്സൺ നോക്കുന്നത് അതായിരിക്കും. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ്, എങ്ങനെയുള്ള ജോബ് റോൾസ് ആണെന്നുള്ളതൊക്കെ രണ്ടാമത് വരുന്ന കാര്യമാണ്. ഓക്കെ, സോ എപ്പോഴും മെസ്സേജ് അയക്കുമ്പോൾ അല്ലെങ്കിൽ CV ഉണ്ടാക്കുമ്പോൾ പോലും നിങ്ങൾ പ്രോപ്പറായിട്ട് ചാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാനുള്ളത്. ഇനി നിങ്ങൾ എപ്പോഴും കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിൽ തന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എവിടെ പഠിച്ചു അല്ലെങ്കിൽ എൻ്റെ അറിവിലുള്ള ആരൊക്കെയാണ് പുള്ളിയായിട്ട് കണക്ഷൻ ഉള്ളത് എന്നുള്ള രീതിയിൽ എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ അതാണ് പ്രൊഫൈൽ നിങ്ങൾ എപ്പോഴും എൻഹാൻസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടി നിങ്ങൾക്ക് CV ഉണ്ടാക്കണം, അതല്ലെങ്കിൽ ലിങ്ക്ഡിൻ ഇതുപോലെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ചെയ്യണം എന്നുള്ള സെക്ഷനൊന്നുമില്ല. നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ CV എന്ന് പറയുന്നത് ഈ ഒരു സെൻഡ് പ്രൊഫൈൽ ഇൻ എ മെസ്സേജ് അല്ലെങ്കിൽ സേവ് ടു PDF എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു CV കിട്ടും. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു CV ആവില്ല, പക്ഷെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു പ്രൊഫൈല് നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്ത് തരും. ഇനി നിങ്ങൾക്ക് CV ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഞാൻ എൻ്റെ ലിങ്ക്ഡിനിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ജസ്റ്റ് ഈ ഒരു CV ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ലിങ്ക്ഡിനിൽ ജസ്റ്റ് നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോലിയുടെ ആവശ്യം, പെട്ടെന്നൊരു ഓപ്പണിംഗ് വരികയാണെങ്കിൽ ഇതുപോലെ ഈ റിസോഴ്സസിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഈ PDF ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, സോ അത് ജസ്റ്റ് ഒരു ടിപ്പാണ്.
അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നതാണ്, നിങ്ങൾ എപ്പോഴും നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ജോലിയാണോ ആവശ്യം അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ അല്ലെങ്കിൽ സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾ വെക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, ജസ്റ്റ് ഹയറിംഗ് മാനേജേഴ്സ് എവിടെ ആരാണോ അവരുടെ ജസ്റ്റ് പേര് ഇപ്പോൾ ഇതെൻ്റെ CEO ആണ്. അപ്പോൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ആൾ എനിക്ക് ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത്, ഫസ്റ്റ് കണക്ഷൻ ആയിട്ടാണ് വരുന്നത്. ഇനി ആളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ നോക്കുമ്പോൾ എനിക്ക് സെക്കൻഡ് കണക്ഷൻ ആയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ ഹയർ ചെയ്യുന്ന ആൾക്കാരെ എപ്പോഴും ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് കണക്ഷനിലെങ്കിലും വെക്കാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ ആളെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തില്ലെങ്കിലും ആളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യാനുള്ളത്. സിമിലർ ആയിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻസ്, ഇവിടെ നമ്മൾ ലിങ്ക്ഡിൻ ഫോർ ബിസിനസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ജോബ് നോക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഈ ഒരു ഓൺടർപ്രണേഴ്സിനും ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ പുതിയതായിട്ട് കൊടുത്തിട്ടുണ്ട്. സെൽ വിത്ത് ലിങ്ക്ഡിൻ ഉണ്ട്, ഹയർ വിത്ത് ലിങ്ക്ഡിൻ ഉണ്ട്, പോസ്റ്റ് ജോബ് ഫോർ ഫ്രീ ഉണ്ട്. ആദ്യത്തെ ജോബ് മാത്രമേ ഫ്രീ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിയുകയാണെങ്കിൽ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ അതല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലേൺ വിത്ത് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ലേൺ വിത്ത് ലിങ്ക്ഡിൻ എന്താന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നോ അത്രയും കാര്യങ്ങളിലെ കോഴ്സസ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് നോക്കുകയാണ്. സോ എനിക്ക് താല്പര്യമുള്ള രീതിയിലുള്ള സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഇപ്പം ഞാൻ മൈക്രോസോഫ്റ്റിൻ്റെ ആണ് നോക്കുന്നത്. ഫോർ എൻ എക്സാമ്പിൾ പറയുകയാണ്. സോ മൈക്രോസോഫ്റ്റിൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, IN ഈ ഒരു ലോഗോ ഇവിടെ ഉണ്ട്, അതായത് നിങ്ങൾക്ക് പ്രീമിയം വേണ്ടി വരും. ഇതൊക്കെ കാണാം. ജസ്റ്റ് നിങ്ങൾ കോഴ്സസ് കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മൈ ലൈബ്രറിയിൽ കയറിയിട്ട് നിങ്ങളുടെ ഈ ഒരു ജസ്റ്റ് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, അതല്ലാതെ കരിയർ ജേണിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നിങ്ങളുടെ ഓപ്പറേഷൻസിലാണോ സെയിൽസിലാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജിങ് ഫീൽഡിലാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിവിടെ റൈറ്റ് ചെയ്യണമെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാനുകൾ താഴെ വന്ന് കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ളതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അങ്ങനെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടി കരിയർ ഡെവലപ്മെന്റിന് വേണ്ടി താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ ഈ ഒരു ഫീച്ചർ കൂടി നോക്കാൻ വേണ്ടി നോക്കുക. അതല്ല ബിസിനസ് റിലേറ്റഡ് ആയിട്ട് നോക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്ഷനിൽ തന്നെ സെൽ വിത്ത് ലിങ്ക്ഡിൻ ഉണ്ട്, അതുപോലെ തന്നെ അഡ്വർടൈസ് ഓൺ ലിങ്ക്ഡിൻ ഉണ്ട്. അത് പേയ്മെന്റ് ഉള്ള രീതിയിലുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് പേയ്മെന്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓപ്ഷനും സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതുപോലെ ഒരുപാട് ഏരിയാസ് ഇതിൽ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈല് കറക്റ്റായിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രയും ഏരിയാസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് കൂടി ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഈ ടിപ്സ് ഒക്കെ നോക്കേണ്ടത്. ഫോർ എൻ എക്സാമ്പിൾ ഇവിടെ ഒരു URL ഇവിടെ കിടക്കുന്നുണ്ട്, അതായത് നിങ്ങളുടെ ലിങ്ക്ഡിൻ്റെ URL ഇതാണ് URL. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഈ ഒരു ID എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ അക്കൗണ്ടിലേക്കുള്ള യൂണിഫോം ആയിട്ടുള്ള റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ URL എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ABCD അല്ലെങ്കിൽ ഒരു നമ്പേഴ്സ് ഒക്കെ വെച്ച് ആൽഫബറ്റ്സ് ഒക്കെ വെച്ച് ഒരു നീളമുള്ള രീതിയിൽ ഒരു 2-3 ലൈൻ വരുന്ന രീതിയിൽ ഒരു ലെങ്തി ആയിട്ടുള്ള URL ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ വെച്ച് ഈ URL ജസ്റ്റ് നിർത്താൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ കണ്ടില്ലേ, ഞാൻ ഓൾറെഡി ഇത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് URL കിട്ടും. അതിൽ നിങ്ങളുടെ പേര് എവിടെ വരുന്നോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, ബാക്കി എല്ലാം റിമൂവ് ചെയ്ത് ചെറിയൊരു URL ആക്കാം. ഓക്കെ, സോ അങ്ങനെയുള്ളൊരു URL ആക്കിയതിന് ശേഷം വേണം നിങ്ങളുടെ CV-യിലാണെങ്കിലും ബാക്കി എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിലാണെങ്കിലും നിങ്ങൾ ഈ ഒരു ലിങ്ക്ഡിൻ്റെ URL ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതല്ലാതെ നിങ്ങൾക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കോഴ്സസോ സർട്ടിഫിക്കേഷൻസോ വളരെയധികം കോഴ്സസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. സോ അത്തരം കോഴ്സസുകളൊക്കെ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫീച്ചേർഡിലൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എക്സ്ട്രാ വരുന്നത് കോണ്ടാക്ട് ഇൻഫർമേഷൻ താല്പര്യമുള്ളവർക്ക് ആഡ് ചെയ്യാം, സെയിൽസിലൊക്കെ ആണെങ്കിൽ ആഡ് ചെയ്യാം.
അതല്ല സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ആഡ് ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. പ്രൊഫഷണൽ ആണെങ്കിൽ ആഡ് ചെയ്യാം, പേഴ്സണൽ ആയിട്ടുള്ള നമ്പേഴ്സ് ഒന്നും ആഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോർട്ട്ഫോളിയോസോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ കോൺടാക്ട് ഇൻഫർമേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണോ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എൻ്റെ വെബ്സൈറ്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ വെബ്സൈറ്റിൽ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, വെബ്സൈറ്റിന്റെ URL ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഫീച്ചർ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. So, Bahij, am I audible? അതെ അതെ ഓഡിബിൾ ആണ്. ഓക്കെ. നമുക്ക് ഏകദേശം സെഷൻ ഓൾമോസ്റ്റ് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് Q&A സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം. അവരുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ജസ്റ്റ് ശ്രദ്ധിക്കുക, എല്ലാവരുടെയും മൈക്ക് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ഹാൻഡ് റൈസ് ചെയ്യുന്നവർ മാത്രം ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് തരും. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഈ നമ്മളിപ്പം ഒരു ജോബ് ആഡ്സിൽ ഈസി അപ്ലൈ എന്ന ഓപ്ഷൻ ഒക്കെ പറഞ്ഞല്ലോ. അപ്പം ആ ജോബ് പോസ്റ്റ് ചെയ്താൽ വിത്തിൻ അവേഴ്സ് തന്നെ അവർ കാണിക്കും മോർ ദാൻ 200 അപ്ലിക്കൻസ് ഹാവ് ഓൾറെഡി അപ്ലൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അവർ പറയും അതെ. അപ്പം ഇറ്റ്സ് ലൈക്ക് ഒരു പോസ്റ്റിൽ thousands of applications are there. So how do we make sure that we can stand out over there? നമ്മള് CV ബിൽഡിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, സോറി, ഇല്ല. കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു പുറത്തുനിന്നും ആൾക്കാരുണ്ട്, KF എന്നല്ലാതെ പുറത്തുനിന്നും ആൾക്കാരുണ്ട്. ഓക്കെ. നമ്മൾ CV എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമ്മൾ എന്താണോ ജോബ് അതിനനുസരിച്ച് വേണം ചെയ്യാൻ. ഫോർ എൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ക്രീൻ ഷെയറിംഗ് ഓൺ അല്ലേ ബഹീജ്? സ്ക്രീൻ ഇപ്പൊ കാണുന്നില്ല, ലേറ്റസ്റ്റ് ബ്ലാക്ക് കളർ ആയിട്ടാണ്. സ്ക്രീൻ ഷെയർ ഓക്കെ ഫൈൻ. ഇപ്പൊ ഞാൻ ജോബ്സിന്റെ അവിടെ പോയി. ഓക്കെ, ഞാൻ നേരത്തെ ലിസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഇപ്പൊ കാണുന്നില്ലേ സ്ക്രീൻ? കാണാം. ഞാൻ നേരത്തെ ഓപ്പറേഷൻസിൽ ഒരു ജോലി നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഈസി ലിങ്ക് ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചത് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ജോബിന്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ജോബിന്റെ പർപ്പസ് എന്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ജോബിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ? ഓക്കെ, സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഈ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങളുടെ CV ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ CV ഉണ്ടാവണം. ബഡ്ജറ്റ് നിങ്ങൾക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നിങ്ങളുടെ CV കൊടുത്തിട്ടുണ്ടാവണം. അത് ഈ CV കൊടുത്ത് എന്ന് മാത്രമല്ല നിങ്ങളുടെ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈലിൽ കൂടി കൊടുത്തിട്ടുണ്ടാവണം. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ ഓക്കെ, ഈ ഒരു രീതിയിൽ സപ്പോർട്ടിംഗ് ഡെയിലി ഓപ്പറേഷൻസ്, ലോജിസ്റ്റിക്സ്, ഇതുപോലെ കോർഡിനേഷൻ, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഈ ഒരു കമ്പനിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഫിനാൻസ് നോക്കിയിരുന്നു, ഈ ഒരു കമ്പനിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കീ സ്കിൽസ് ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷെ ഞാൻ എൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ ഉള്ളിൽ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു രീതിയിൽ ഈ ഒരു ജോലിക്ക് വേണ്ടിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ അതിലേക്ക് മാറ്റിവെക്കാം. ഓക്കെ, അതിനുശേഷം ഇവരെന്തൊക്കെയാണോ കീവേഡ്സ് കൊടുത്തിട്ടുള്ളത് അതെല്ലാം നമ്മുടെ CV-യിലും നമ്മുടെ ലിങ്ക്ഡിനിലും എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിസിബിലിറ്റി കൂടുതലായിരിക്കും. നിങ്ങൾ ഒരാൾ ഇത് റിലേറ്റഡ് ആയിട്ട് തപ്പി നോക്കുമ്പോൾ നിങ്ങൾ സെർച്ച് എഞ്ചിനിൽ ഫസ്റ്റ് വരുന്നത് നിങ്ങളുടെ പേരായിരിക്കും. ഫസ്റ്റോ സെക്കൻഡോ തേർഡോ നിങ്ങളുടെ പേരായിരിക്കും വരുന്നുണ്ടാവുക. അതല്ലാതെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഫസ്റ്റോ സെക്കൻഡോ തേർഡോ കണക്ഷൻ ആക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് അവരുമായിട്ട് ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ അതും നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതല്ലേ. ക്ലിയർ ആണോ? ഡൗട്ട് ക്ലിയർ ആണോ? Yeah, fine. Thank you. ഇതന്നെയാണോ ഉദ്ദേശിച്ചത്? ഇത് അപ്പം ഇതിലൊരു കൺസേൺ എന്താ വെച്ചാല്, അപ്പൊ നമ്മളിപ്പം ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ജോബ് സീക്കർ ആണെങ്കിൽ ഇപ്പം ഓരോ പ്രൊഫൈലും അനുസരിച്ചിട്ട് നമ്മൾ ഈ കീവേഡ്സ് അഡീഷൻ ചെയ്യുമ്പോൾ അപ്പൊ അത്രയും ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ചേഞ്ചസ് ചെയ്തിട്ടുണ്ടേ. ഓരോ ആപ്ലിക്കേഷൻ ബേസ്ഡിലായിട്ട് നമ്മളത് ചെയ്യേണ്ടി വരില്ലേ? എന്തായാലും സിമിലർ ആയിരിക്കും. ഇപ്പൊ നിങ്ങളൊരു ടെക്നിക്കൽ ജോബ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിന് കീവേഡ്സ് ഉണ്ടാവും, അത് കൺഫേം ആ. പിന്നെ വരുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ജോബ്സ് ആണ്. അപ്പം ഫിനാൻസ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ നോർമലി അവർക്ക് ഒരു കീവേഡ്സ് ഉണ്ടാവും. അതല്ലാതെ ഓപ്പറേഷൻസ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, പ്രോജക്ട് കോർഡിനേറ്റർ ഇതുപോലുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ ബാക്കിയുള്ളതിൽ ഇല്ലാന്നല്ല, ഇപ്പൊ ഫിനാൻസ് ആണെങ്കിലും അവർ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് വേറെ ആയിരിക്കും. ചിലർ ഓഡോ ആയിരിക്കും, ചിലർ ടാലി ആയിരിക്കും, അങ്ങനെ വ്യത്യാസമുണ്ട്. എന്നാലും കോമൺലി കുറേ ഫീച്ചേഴ്സ് ഒക്കെ അവർക്ക് ഒരുപോലെ ആയിരിക്കും. ഓപ്പറേഷൻസ് എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുക, നമ്മൾ മാക്സിമം ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ കയറി നോക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ഇപ്പൊ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല നമ്മുടെ പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടത്. മറ്റുള്ളവർക്ക് എന്താണോ ആവശ്യം അതാണ് നമ്മുടെ പ്രൊഫൈലിൽ ഉണ്ടാവേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു മാനേജറിൻ്റെയോ അതല്ലെങ്കിൽ പുറത്ത് നെറ്റ്വർക്കിങ്ങിന് ഉദ്ദേശിക്കുന്ന ഒരാളുടെയോ പെർസ്പെക്റ്റീവിലായിരിക്കണം ചിന്തിക്കേണ്ടത്. ഞാൻ ഇന്ന സാധനം തരാം എന്നുള്ളത് കൊടുത്താലേ അവർ നമുക്ക് കണക്ഷൻ വെക്കുകയുള്ളൂ. ഈസി അപ്ലൈ ഇതുപോലെ വെച്ചിട്ടുണ്ടാവും. ഈ ജോബ്സിന്റെ ഉള്ളിൽ തന്നെ എക്സ്പീരിയൻസ് ലെവൽ ഡേറ്റ് പോസ്റ്റഡ് എന്നുള്ളതിൻ്റെ ഉള്ളിൽ 24 മണിക്കൂറിന്റെ ഉള്ളിൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കുറച്ചും കൂടി കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയിലൊന്നും ആവില്ല, കീവേഡ്സ് തന്നെ ആയിരിക്കും കൂടുതൽ. ഇപ്പം നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ 100 CV കൂടുതൽ വരുന്ന പോസ്റ്റുകളുണ്ട്. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻസ്, HR, ഫിനാൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 100 CV കൂടുതൽ വരും. അതല്ലാതെ ഈ എഞ്ചിനീയേഴ്സ് പോസ്റ്റിലൊക്കെയാണ് 7 8 എണ്ണൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവുക. സോ കോമൺലി നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ്, ഞാൻ നേരത്തെ മെസ്സേജ് അയക്കുന്നത് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ കാരണം അതാണ്. ആരാണ് നിങ്ങൾ, എന്താണ് ചെയ്യുന്നത്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് 3 കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിർത്തിയിട്ട് ഞാൻ ഇയാളുടെ പ്രൊഫൈലിൽ കയറി ജസ്റ്റ് ആൾക്ക് ജോലി കൊടുക്കാനുള്ള രീതിയിൽ എൻ്റെ മൈൻഡ് സെറ്റ് മാറാനുള്ളൊരു സാധ്യത വരും എനിക്ക്. ക്ലിയർ ആയോ? എല്ലാ സൈഡിൽ നിന്നും നമ്മൾ നോക്കണം. നമ്മളൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം സമയം എടുക്കും. ഓക്കെ, ഹലോ. ജസ്റ്റ് അപ്പൊ ഈ എൻഡോഴ്സ്മെന്റ്സ്, സ്കിൽസിലെ എൻഡോഴ്സ്മെന്റ്സ് പിന്നെ റെക്കമെൻഡേഷന് അതൊന്നും ഹെൽപ്ഫുൾ അല്ല? റെക്കമെൻഡേഷൻസ് ഹെൽപ്ഫുൾ ആണ്. അതായത് ഞാനൊരു കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ CEO എനിക്ക് റെക്കമെൻഡ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ സ്കില്ലുള്ള ആളാണെന്ന് ബാക്കിയുള്ളവർക്ക് ട്രസ്റ്റ് തോന്നാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഇതിൽ എന്ത് എഴുതിയാലും അത് ഞാൻ എന്നെപ്പറ്റി സ്വന്തമായി പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ മറ്റൊരാൾ നിങ്ങളെപ്പറ്റി അത് പറയണമെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഫീച്ചേർഡ് ആണെങ്കിലും നിങ്ങൾക്ക് വന്ന കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുന്നതും റെക്കമെൻഡേഷൻസും ഈ 2 സൈഡും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എടുത്തു പറഞ്ഞതും കാണിച്ചു തന്നതും കാരണം അതാണ്. മറ്റൊരാൾ നിങ്ങളെപ്പറ്റി എന്ത് പറയുന്നു, മറ്റൊരാൾ നിങ്ങളെ എൻഡോസ് ചെയ്തോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇല്ലെങ്കിൽ എൻഡോസ് ചെയ്തത് ആരാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. നല്ലൊരു കമ്പനിയുടെ CEO നിങ്ങളെ എൻഡോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റെക്കമെൻഡേഷൻ തന്നു എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ലിങ്ക്ഡിൻ പേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ആ ലിങ്ക്ഡിൻ്റെ ഉള്ളിൽ തന്നെ അവർ പ്രൊഫഷണൽ ആണോ എന്ന് നോക്കാൻ വേണ്ടി അവരുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയി പോകുന്നതിന് പകരം നമ്മൾ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കാര്യങ്ങൾ പോയി നോക്കുന്നതുണ്ട്. അവരുടെ ഗൂഗിൾ റിവ്യൂസ് കാര്യങ്ങൾ നോക്കുന്നവരുണ്ട്. അതല്ലാതെ ഇത്ര കൊല്ലമായിട്ട് അവരിവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ് എന്ന് ചെക്ക് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, സോ ആ രീതിയിലും നോക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബാക്കിയുള്ളവർക്ക് കൂടി കുറച്ച് സമയം കൊടുക്കാം. നമ്മൾ ഓൾറെഡി 8:15 വരെ പ്രോഗ്രാം വെച്ചത്.
Musina, like someone was asking regarding the payment structure for premium. അത് legit അത് ആണോ? ഓക്കെ, അത് ഡിപ്പെൻസ് ആണ്. നമ്മൾ ഏത് രാജ്യത്താണ് ഉള്ളത് എന്നുള്ളതിനനുസരിച്ച് അത് വ്യത്യാസം വരും. ഫസ്റ്റ് ടൈം ആകുമ്പോൾ വ്യത്യാസം വരും. ബാക്കിയുള്ളതിനൊക്കെ റെഗുലർ ആയിട്ടാണ് വരുന്നത്. കറക്റ്റ് എമൗണ്ട് എനിക്കറിയില്ല. അത് പ്രീമിയം ജസ്റ്റ് ഇവിടെ ആക്റ്റീവ് ആക്കിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാമോ? ഞാനിപ്പോ ജോലി കിട്ടുന്നത് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ KEF-ന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഓ അത് ഇവിടെ കേരള എഞ്ചിനീയറിംഗ് ഫാം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് എഞ്ചിനീയേഴ്സ് മാത്രമുള്ളത്. സർ സർ മൈക്ക് ഒന്ന് mute. വരും. ഇതിപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ അടുത്ത് ലിങ്ക്ഡിൻ പ്രീമിയം ആക്ടിവേറ്റ് ചെയ്തപ്പം ഇപ്പം നാട്ടിലാണല്ലോ ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ Low എനിക്ക് cost ആണ്. കാണിക്കുന്ന ഓഫർ ഏകദേശം 499 രൂപ ഫോർ ഫസ്റ്റ് 2 months എന്നാണ്. ആദ്യമായിട്ടാണോ അവിടുന്ന് ജസ്റ്റ് നോക്കിയത്, പ്രീമിയം ആക്കാൻ നോക്കിയത്? അല്ലല്ല, ഞാൻ റെഗുലർലി ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് പിന്നെ 2 മാസം ഓഫ് ആക്കാറുണ്ട്. അങ്ങനെ അത് ശരിയാണ്. നാട്ടിലാവുമ്പോൾ റേറ്റ് കുറവാണ്, UAE-ലാവുമ്പോൾ ഒരു മീഡിയത്തിലാണ് നിൽക്കുന്നത്, പക്ഷെ ഇവിടെ ആവുമ്പോൾ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്, സൗദിയിലാവുമ്പോൾ കാണിക്കുന്നുണ്ട്. നാട്ടിലുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ വൈഫൊക്കെ നാട്ടിലുണ്ടെങ്കിൽ അവരെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രീമിയം ആക്കാവുന്നതാണ്. Musina, I think then we can wind it up, right? It's been like 8:30. Any more questions? ഹലോ. അറൌണ്ട് 300 Yeah. SAR ആണ് വരുന്നത്, സൗദി റിയാലാണ് വരുന്നത് 6 മാസത്തിന്. ഓക്കെ മാഡം, താങ്ക് യു. താങ്ക് യു. വാലിഡ് ആയിട്ടുള്ള യൂസ്ഫുൾ ടിപ്സ് ആണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. 1.5 മണിക്കൂർ വളരെ യൂസ്ഫുൾ ആയിട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ നാട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ആണെന്നില്ല. അപ്പൊ ഇപ്പൊ കറന്റ്ലി നമ്മൾ സൗദിയിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് കാണിക്കുക? നാട്ടിൽ ലൊക്കേഷൻ ചേഞ്ച് ചെയ്താൽ മതിയോ? നമ്മുടെ മൊബൈൽ നമ്പർ മാറ്റിയാൽ മതി. ഞാൻ ഇവിടെ പ്രൊഫൈൽ എടുത്തില്ലേ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ പ്രൊഫൈൽ കണ്ടില്ലേ, ഇതിന്റെ ഉള്ളിൽ കോണ്ടാക്ട് ഇൻഫർമേഷൻ കൊടുത്തില്ലേ. അപ്പോ ഞാൻ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എടുക്കുന്ന സൗദി നമ്പറാ. ഇനി എനിക്ക് പ്രീമിയം ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് നാട്ടിലത്തെ നമ്പർ ആക്കും. പിന്നെ ഞാൻ അല്ലെങ്കിൽ എനിക്ക് സിസ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് എന്റെ എല്ലാ ലിങ്ക്ഡിനും ഞാൻ ഇവിടുന്ന് ഓഫാക്കിയിടും. എല്ലാ അക്കൗണ്ടും ഞാൻ ക്ലോസ് ചെയ്തിടും. എന്നിട്ട് നാട്ടിലുള്ള ആരെങ്കിലും യൂസ് ചെയ്ത് സിസ്റ്റേഴ്സിനോ ബ്രദേഴ്സിനോ യൂസ് ചെയ്തിട്ട് അവിടുന്ന് ക്രെഡൻഷ്യൽസ് കൊടുത്ത് ഞാൻ ജോയിൻ ചെയ്യും. കാരണം ഇവിടെ 300 SAR ആണ് വരുന്നത്, നാട്ടിൽ 400 രൂപയും. അത് വളരെ വലിയൊരു ചേഞ്ച് ആണ്. നമുക്ക് അങ്ങനെ അത്രയും ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം അങ്ങനെ ചെയ്യാം. എനിക്കൊരു സജഷൻ ഉണ്ട്. അതായത് ഈ പേയ്മെൻറ്റിനെ കുറിച്ച്. ഞാനിപ്പോൾ സൗദിയിലാണുള്ളത്. അപ്പോൾ എൻ്റെ ഐഫോണ് കൺട്രി റീജിയൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ലിങ്ക്ഡിൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റേറ്റ് കാണിക്കുന്നത് നാട്ടിലത്തെ റേറ്റ് ആയിരിക്കും. അതും ഒരു മെത്തേഡ് ആണല്ലേ. അതെ. All right, then I think we can wind it up. We have our president for Kerala Engineers Forum, Dammam, Mr. Aftab is here. I invite Mr. Aftab for the vote of thanks. Thank you, Ansar. Good evening to everybody who are participants here today. And thank you, Mahsina, for a wonderful session. I only was able to join towards the tail end of your session. But from what I've heard, it sounded like the most useful and very relevant to us as young professionals. There's always a saying, you dress for the job that you are looking for, not the job that you hold now. And that applies for how you present yourself. Namuke, as a young professional, it's not just that we have the skills, we also have to know how to present ourselves. And success is when, opportunity meets your preparedness. So from that perspective, we should be able to leverage all the tools that are available online, especially tools such as LinkedIn.
and on behalf of Kerala Engineers Forum and the entire community, I would like to thank Mahsina for delivering such a valuable session. And I hope it was valuable for the participants as well, and everybody gets something out of it, and we are able to derive value from the session today, and then we are able to apply it to derive, get value out of it. Ansar, do you want to add something else? No, thank you very much. Again, Aftab, it's our pleasure again to be here with you. And Mohsina, as everybody said, I think it was a very much pretty good session. And for everybody who is seeking into LinkedIn and who is trying to promote themselves into the branding or in terms of job switchings and even themselves in moving for the other professional careers, it was, I think, worthwhile. Thank you very much for all the attendees again, and I think we can wind up. And it's been almost 1.5 hours. And on behalf of Kerala Engineering Forum and the Career Cell and Placement Cell, thank you very much for your supports.